നമസ്കാരം. ഷെക്കേന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. രാജ്യം അതിനിർണായകമായിട്ടുള്ള ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ്. വളരെ നാളുകളായി നിരവധി അവഹേളനങ്ങളിലൂടെ, നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ക്രൈസ്തവ സമൂഹത്തിന്, പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് ഈ ഒരു തെരഞ്ഞെടുപ്പ് അതിനിർണായകമാണ് എന്ന ഒരു വസ്തുത വളരെയധികം ശക്തമാണ്. ഒരു കാലഘട്ടത്തിൽ ഈ നാട് ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കാൻ തക്ക വിധത്തിലുള്ള ശക്തമായിട്ടുള്ള ഒരു സ്വാധീന ശക്തി ക്രൈസ്തവ സമൂഹത്തിന് ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പലപ്പോഴും ഇലക്ഷൻ അടുക്കുമ്പോൾ ആർക്കും വേണ്ടാത്ത ഒരു കറിവേപ്പില പോലെ ക്രൈസ്തവ സമൂഹത്തെ പലരും നോക്കിക്കാണുന്നു. ക്രൈസ്തവ സമൂഹത്തിനിടയിലുള്ള ഭിന്നത പലരും ചൂഷണം ചെയ്യുന്നു, മുതലെടുക്കുന്നു. ക്രൈസ്തവർക്കെതിരെ അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിനെതിരെ എന്ത് കാണിച്ചാലും അവർ തങ്ങളോടൊപ്പം നിൽക്കും എന്ന മിഥ്യാധാരണ പല രാഷ്ട്രീയ പാർട്ടികളുടെയും പല രാഷ്ട്രീയ നേതാക്കളുടെയും മനസ്സിൽ ഇന്ന് ശക്തമായി നിലനിൽക്കുന്നു. ഷെക്കേന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ഒന്നിച്ചു നിൽക്കണോ അതോ ഭിന്നിച്ച് ഒടുങ്ങണോ? ഈ ചർച്ചയിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു യുവജന പ്രതിനിധി ശ്രീ അമൽ ശ്രീയക്, ഒപ്പം സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ റോയ് കണ്ണഞ്ചിറ CMI, ഒപ്പം സാമൂഹ്യ നിരീക്ഷകൻ ഡോക്ടർ ചാക്കോ കാളമ്പറമ്പിൽ. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു ചർച്ചയിൽ യുവജന പ്രതിനിധി അമലാണ്. അതുകൊണ്ട് യൂത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രത്യേകിച്ച് അമലെ ഈ ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും ശക്തമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്ന ഒരു വ്യക്തിയാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നമ്മൾ ഈ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു സിനാരിയോ നോക്കുമ്പോൾ ഒരു ഏകീകരണം പല കാര്യങ്ങളിലും സംഭവിച്ചിട്ടില്ല. പല വിഷയങ്ങളിലും ഭിന്നിച്ചു നിൽക്കുന്നു. ആശയപരമായിട്ടുള്ള പല ഭിന്നതകളും ഉണ്ട്. അപ്പോൾ ഒരു ഇലക്ഷൻ കാലഘട്ടത്തിൽ പക്ഷേ മറു സൈഡിൽ ചില സമുദായങ്ങളെ നാം എടുത്തു നോക്കുമ്പോൾ ഈ ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ വിഷയങ്ങളിൽ അവർ ഭിന്നത മറന്ന് ഒന്നിച്ച് നിൽക്കുന്നു. അത് പാർട്ടി ഭേദമന്യേ, സംഘടനാ ഭേദമന്യേ അവർ ഒന്നിച്ചു നിൽക്കുന്ന ഒരു കാഴ്ച. ഇത്തരത്തിൽ ഒരു നിർണായകമായിട്ടുള്ള ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഭിന്നിച്ചു നിന്നാൽ അത് ക്രൈസ്തവ സമുദായത്തിന് അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിന് അത് എത്രത്തോളം ഒരു ദോഷം ചെയ്യും? ശ്രീ അമൽ ശ്രീ. ഒരിക്കലും ഭിന്നിപ്പ് കൊണ്ട് നമുക്ക് ആർക്കും തന്നെ വളരാനായിട്ട് സാധിക്കത്തില്ല. ഇപ്പം ഒരു യുവജനങ്ങളെ നോക്കുവാണെങ്കിൽ ഈ യുവജനങ്ങളെ സംബന്ധിച്ചോളം സഭയ്ക്കില് കുറെ വിഭാഗങ്ങളുണ്ട്, സംഘടനകളുണ്ട്. അതിനെപ്പറ്റി ഒന്നും അത്ര ധാരണ ഒന്നും ശരി പറയാൻ യുവജനങ്ങൾക്കില്ല. വളർന്നു വരുമ്പോഴാണ് പലപ്പോഴും നമുക്ക് ഈ സഭയിലെ എന്തൊക്കെ സംഘടനകളുണ്ട്, സഭകൾ തന്നെ പലതുണ്ടല്ലോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ യുവജനങ്ങളെ സംബന്ധിച്ചോളം നമ്മൾ നോക്കുമ്പം സഭ അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹം, കത്തോലിക്ക സഭ എന്നത് മൊത്തത്തിലെ ഒരു ആസ്പെക്റ്റിലാണ് പലപ്പോഴും നമ്മൾ മുന്നോട്ട് കാണുന്നത്. അപ്പൊ അങ്ങനെ കണ്ട് മുന്നോട്ട് പോകുന്ന വഴിക്കാണ് പലപ്പോഴും വിപരീത ശബ്ദങ്ങൾ സഭയ്ക്കകത്ത് ഉണ്ടാകുകയും ആ വിപരീത ശബ്ദങ്ങൾ സഭയുടെ ആ ഒരു ഐക്യത്തെ, ആ കെട്ടുറപ്പിനെ ബാധിക്കുന്നതായിട്ട് നമ്മൾ കാണാൻ സാധിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുവജനങ്ങളെ സംബന്ധിച്ചോളം അത് വളരെ എന്താ പറയുന്നത്, ബാക്കിയുള്ള സമൂഹത്തിൽ നിന്ന്, കാര്യം ഇവരെല്ലാം ഈ പൊതുസമൂഹത്തിൽ ജീവിക്കുന്നവരാണല്ലോ. ഇപ്പൊ ബാക്കിയുള്ള കൂടെയുള്ള കൂട്ടുകാരാകട്ടെ, ഇവരെല്ലാം പലപ്പോഴും ചോദ്യം ചെയ്യും, നിങ്ങൾ എന്താ അങ്ങനെ, നിങ്ങൾ എന്താ ഇങ്ങനെ എന്നൊക്കെ ഉള്ളത്. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഭയോടുള്ള കാഴ്ചപ്പാട് തന്നെ അവർക്ക് നേർ വിപരീതമായി മാറുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതായത് ഉദാഹരണം, സഭ ഒരു കാര്യത്തിന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പം കുറച്ചു പേര് മറ്റ് ഒരു അഭിപ്രായമായിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ യുവജനങ്ങളെ സംബന്ധിച്ചോളം അവർ ആറുകൂടെ നിൽക്കണം, അല്ലെങ്കിൽ എന്താണ്, എങ്ങനെ നിൽക്കണം, ഒരു ഐക്യത്തിൽ നിൽക്കാനുള്ള ഒരു മനോഭാവം അവരുടെ ഇടയിൽ ഇല്ലാതായി പോകുന്ന ഒരു അവസ്ഥയാണ് പലപ്പോഴും ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഈ സഭയ്ക്കകത്തു നിന്നുണ്ടാക്കുന്ന ഭിന്നിപ്പ് ശരിക്കും സഭയ്ക്കകത്ത് തന്നെ ഉണ്ടാകുന്നതാണോ എന്ന് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. അത് പലപ്പോഴും മാധ്യമ രംഗങ്ങളിൽ നിന്നാണ് പലപ്പോഴും അങ്ങനെ ഒരു കുത്തിത്തിരിപ്പ് ശ്രമങ്ങൾ, അല്ലെങ്കിൽ രാഷ്ട്രീയ ധാരയിൽ നിന്നൊക്കെയാണ് കുത്തിത്തിരിപ്പ് ശ്രമങ്ങൾ ഉണ്ടാകുന്നത്. ഉദാഹരണം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പലപ്പോഴും സഭ എടുക്കുന്ന പല നിലപാടുകളും മുന്നോട്ട് വരുന്ന സമയത്ത് മാധ്യമങ്ങള് സഭാവിരുദ്ധരായിട്ടുള്ള ആൾക്കാരെ പെട്ടെന്ന് തന്നെയാണ് ഉദയം ചെയ്തുകൊണ്ട് അവിടെ ചാനൽ ചർച്ചയ്ക്ക് വേണ്ടി കൊണ്ടുവരികയും അല്ലെങ്കിൽ അഭിപ്രായം തേടുകയും ചെയ്യുന്നത്. അങ്ങനെ സഭാവിരുദ്ധരായ ആൾക്കാരുടെയോ അല്ലെങ്കിൽ സഭയോട് ചേർന്ന് നിൽക്കാത്ത ആൾക്കാരുടെയോ അഭിപ്രായങ്ങള് രൂപീകരിച്ചുകൊണ്ട് അതിനൊരു ബൈറ്റ് എടുത്തുകൊണ്ട് വന്ന് ചാനൽ ചർച്ചകളിൽ അതൊരു വിഷയമാക്കി മാറ്റുക, അല്ലെങ്കിൽ സഭയ്ക്കെതിരായിട്ടുള്ള ഒരു വാർത്ത പ്രചരിപ്പിക്കുക, അതുവഴി സഭയിൽ ഐക്യമില്ലെന്നും ഈ സഭ ചിന്നിച്ചിതറി കിടക്കുകയാണെന്നൊക്കെയുള്ള ഒരു ധാരണ സഭാ സമൂഹത്തിനുള്ളിലും
പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുക, അതുവഴി നേട്ടം കൊയ്യാനുള്ള ശ്രമങ്ങളാണ് പലപ്പോഴും ഇവിടെ നടക്കുന്നത്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവിടെ ടാർഗറ്റഡ് ആകുന്നത് ക്രൈസ്തവ സമൂഹം മാത്രമാണെന്നുള്ളതാണ് ഇതിനകത്തെ മറ്റൊരു വസ്തുത. അതെ. അതായത് ഒരു മുസ്ലിം ഈ ഒരു ഇലക്ഷൻ സമയം നിങ്ങൾ നോക്കുവാണെങ്കിൽ മുസ്ലിം സമുദായത്തിലുള്ള അഭിപ്രായ ഭിന്നത ഇവിടെ ഉയർന്നു വരുന്നില്ല, അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിന്റെ ഇടയിലുള്ള വിഷയങ്ങളോ കാര്യങ്ങളെ പറ്റിയുള്ള ഏതെങ്കിലും ബൈറ്റ് എടുക്കാനായിട്ടോ ഇങ്ങനെ വിഭാഗീയത ഉണ്ടാക്കുന്ന രീതിയിലേക്കുള്ള ശ്രമങ്ങൾക്കോ മാധ്യമങ്ങൾ മുതിരുന്നില്ല. അതേസമയം ഒരു കാരണവും ഇല്ലാത്ത കാര്യത്തിൽ പോലും ക്രൈസ്തവ സമൂഹത്തില് പല പല രീതിയിലുള്ള ആൾക്കാരെ സമീപിച്ച് പല പല ബൈറ്റ് അടിക്കുകയും അതിനിടയിൽ ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ ചർച്ചകൾ നടത്തി ഈ ക്രൈസ്തവ സമൂഹത്തില് ആൾക്കാർ വിഭിന്ന ചിന്താഗതിയുള്ളവരാണ്. കുറെ പേര് BJP-യിലേക്കാണ്, കുറെ പേര് കമ്മ്യൂണിസത്തിലേക്കാണ്, കുറെ പേര് കോൺഗ്രസിലേക്കാണ്, ഇതിലൊന്നും ഇല്ലാത്ത ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള രീതിയിലേക്കുള്ള ചിന്തകൾ പുലർത്തുന്ന രീതിയിലേക്ക് രാഷ്ട്രീയ ചിന്താഗതികളെ മാറ്റിക്കൊണ്ട് ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു വോട്ട് ഏകീകരണം ഉണ്ടാകാതിരിക്കാനായിട്ടും അവർ സമുദായത്തിന് വേണ്ടി മുന്നോട്ടുള്ള ആശങ്കകൾ മുന്നോട്ട് വെക്കാതിരിക്കാനുള്ള ശ്രമം ഇവിടെ ചെയ്യുന്നുണ്ട്. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല. ആ ഒരു വിഷയത്തിൽ പോലും ക്രൈസ്തവർക്ക് കൃത്യമായ കാര്യങ്ങൾ രാഷ്ട്രീയക്കാരിലേക്ക് പറയാൻ പോലും സാധിക്കാത്ത രീതിയിലും രാഷ്ട്രീയക്കാർക്ക് തിരിച്ചൊരു മറുപടി പറയാൻ സാധിക്കാത്ത രീതിയിലുള്ള ശ്രമങ്ങളാണ് പലപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, ന്യൂനപക്ഷ വിഷയങ്ങളാകട്ടെ, സംവരണ വിഷയങ്ങളാകട്ടെ, ക്രൈസ്തവനെ ബാധിക്കുന്ന മലയോര മേഖലകളിലെ വിഷയങ്ങളാകട്ടെ, കുട്ടനാട് മേഖലയിലെ വിഷയങ്ങളാകട്ടെ, ഇതിനൊന്നും കൃത്യമായ ഒരു മറുപടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ ക്രൈസ്തവരെ സഭയുടെ കാര്യങ്ങൾ പറഞ്ഞോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് വഴിതിരിച്ചു വിട്ട് അവരെ ചർച്ചകളിലേക്ക്, അതായത് മറ്റു തല ചർച്ചകളിലേക്ക് വിടുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതായത് അവരുടെ സമുദായത്തിന്റെ താല്പര്യം സംരക്ഷിക്കാനായിട്ട് ഇവിടെ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ എന്താ പറയുക മാധ്യമപ്രവർത്തകരോ ശ്രമിക്കാതെ അവരെ പലപ്പോഴും ഭിന്നിപ്പിന്റെ ചർച്ചകളാക്കി മാറ്റാനായിട്ടുള്ള ശ്രമങ്ങൾ മാത്രമേ ഇവിടെ നടത്തുന്നുള്ളൂ. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആശങ്കാജനകമായ കാര്യങ്ങൾ തന്നെയാണ്. ഇതിനൊക്കെ ഒരു മാറ്റം വരേണ്ടത് അനിവാര്യം തന്നെയാണ്. ഒപ്പം ശ്രീ അമൽ, അങ്ങ് പ്രത്യേകിച്ച് ഈ ക്രൈസ്തവരുടെയൊക്കെ ഒരു ജനസംഖ്യയായിട്ട് ബന്ധപ്പെട്ട് പല വിഷയങ്ങളിലും പഠനം നടത്തുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ദീപിക ദിനപത്രത്തിലെ ഒരു വളരെയധികം ചിന്തിപ്പിക്കേണ്ട, പ്രത്യേകിച്ച് ക്രൈസ്തവ സമുദായത്തെ ചിന്തിപ്പിക്കേണ്ട ഒരു ലേഖനം, ഒരു ആർട്ടിക്കിൾ വന്നിരുന്നു. നമുക്കറിയാം 2026 ഒരു സെൻസസ് നടക്കാൻ പോകുന്നു, മണ്ഡല പുനർനിർണയം നടക്കാൻ പോകുന്നു. അപ്പോൾ കേരളത്തിലെ ടോട്ടൽ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം 19ആയി ചുരുങ്ങും എന്നൊരു റിപ്പോർട്ടാണ് അതിലുള്ളത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ആ എണ്ണം ചുരുങ്ങുന്നത് മധ്യ കേരളത്തിലാണ്. അതായത് ക്രൈസ്തവർക്ക് നിർണായകമായിട്ടുള്ള സ്വാധീന ശക്തിയുള്ള മധ്യ കേരളത്തിൽ മണ്ഡലങ്ങളുടെ എണ്ണം കുറയുന്നു. ഒപ്പം തന്നെ മലബാർ മേഖലയിൽ പ്രത്യേകിച്ച് ആ എണ്ണം കൂടുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ഭവിഷ്യത്ത് മുന്നിൽ നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഭിന്നിപ്പിന്റെ ഒരു ശക്തി, അതിൽ നിന്നും എന്തുകൊണ്ടാണ് ക്രൈസ്തവ സമൂഹം അകന്ന്, അല്ലെങ്കിൽ ആ ഒരു ശക്തികളെ എന്തുകൊണ്ടാണ് ഈ ക്രൈസ്തവ സമുദായത്തിന് തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്നത് അമൽ? പലപ്പോഴും ശരിക്കും ക്രൈസ്തവ സമൂഹത്തിന്റെ വേവലാതികൾ ഇവിടെ ശരിക്കും അഡ്രസ് ചെയ്യപ്പെട്ടിട്ടില്ല. സഭാ സമൂഹത്തിലുള്ള ആൾക്കാർക്ക് പോലും ഇതിനെപ്പറ്റി വലിയൊരു അജ്ഞതയാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. അതായത് ഈ ജനസംഖ്യ കുറഞ്ഞു പോകുന്നതിന്റെ നിരക്കോ കണക്കോ ഒന്നും തന്നെ താഴ്ത്തട്ടിലുള്ള സഭാ മക്കൾക്ക് ഇതിലായിട്ട് മനസ്സിലായിട്ടില്ല. അപ്പൊ അത് മനസ്സിലാക്കാത്തടത്തോളം കാലം ഇവര് ഈ പൊതുസമൂഹത്തെ നോക്കുമ്പം ക്രൈസ്തവരെന്തോ ആണ് എന്നൊരു ധാരണയിലൊക്കെയാണ് പലപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയേണ്ടതാണ്, അറിയിക്കേണ്ടതാണ്. നമ്മുടെ ഇപ്പോഴത്തെ ജനസംഖ്യ എങ്ങനെയാണ് പോകുന്നത്, ജനനിരക്ക് എങ്ങനെയാണ് പോകുന്നത്, ഇവിടുത്തെ കേരളത്തിലെ ക്രൈസ്തവർ തീർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള കൃത്യമായ ധാരണ ക്രൈസ്തവ സമൂഹത്തിന് ഇന്നും ഉണ്ടായിട്ടില്ല. അത് ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. അതിന്റെ കാരണം പറയുകയാണെങ്കിൽ ശരിക്കും പലപ്പോഴും നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് പലപ്പോഴും ഈ സഭാ വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ. സമുദായ വിഷയങ്ങളിലേക്ക് പലപ്പോഴും നമ്മുടെ അഡ്രസ്സ് എത്താത്തതാണ് പലപ്പോഴും ഇതുപോലുള്ള ജാഗ്രതാ വിഷയങ്ങളിലേക്കുള്ള നമ്മുടെ എന്താ പറയുന്ന ഒരു അജ്ഞതയിലേക്ക് നയിക്കുന്നത്. ഇപ്പം കേരളത്തെ നോക്കുവാണെങ്കിൽ നമുക്കറിയാം, കേരളത്തിലെ കഴിഞ്ഞ സെൻസസ് പ്രകാരം 18% അടുത്താണ് കേരളത്തിലെ ക്രിസ്ത്യാനികള്. അതേസമയം 26% മേളിലായിട്ട് മുസ്ലിങ്ങളുണ്ട്. അപ്പൊ ബാക്കി ഹിന്ദുക്കളുണ്ട്. അതിനുശേഷമുള്ള കണക്ക് വരുന്നത് ഈ 2021 സെൻസസ് പ്രകാരമായിരിക്കും. അപ്പൊ ആ ഒരു സെൻസസ് വരുന്ന ആ ഒരു കണക്കിനോടനുബന്ധിച്ച് നമുക്ക് നോക്കാൻ സാധിക്കുന്നതാണ് ആനുവൽ വൈറ്റൽ സ്റ്റാറ്റിക്സ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കേരള സർക്കാരിന്റെ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് ഇറക്കുന്ന റിപ്പോർട്ട്. ജനന നിരക്കിന്റെയും മരണനിരക്കിന്റെയും കണക്കാണ് ഓരോ പ്രതിവർഷത്തെ. അപ്പൊ ആ നിരക്ക് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 13% ജനന നിരക്കും 20% മരണനിരക്കും. അതേസമയം 43% മേളിലേക്ക് ജനനിരക്കും 20% മരണനിരക്കിലേക്കും പോകുന്ന അല്ലെങ്കിൽ നിരക്കുള്ള സമൂഹമാണ് മുസ്ലിം സമൂഹം. അതേസമയം ബാക്കി ഉള്ള ഡേറ്റ ഹിന്ദുക്കളുടെ ഡേറ്റ. അപ്പൊ ഈ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്രമാത്രം ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം ആണ് ഈ ക്രൈസ്തവർ നമ്മൾ മനസ്സിലാക്കുന്നില്ല. മാത്രമല്ല ഈ ചുരുങ്ങുന്നത് വഴി
ഒരു ജനാധിപത്യ രാജ്യത്ത് നമ്മുടെ വോട്ടവകാശത്തിലൂടെയാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ കാര്യങ്ങൾ സ്ഥാപിക്കുന്നത്. വോട്ടവകാശം കൊടുക്കുന്നത് എങ്ങനെയാ? ഭൂരിപക്ഷത്തിനുള്ള അതെ. ജയത്തിന്മേലാണ് ഇത് കിടക്കുന്നത്. ഉം. അപ്പൊ അങ്ങനെ ഒരു ജനാധിപത്യ രാജ്യത്ത് ശബ്ദമില്ലാതായി പൊക്കോണ്ടിരിക്കുകയാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം. അതിനെ കൃത്യമായി രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ അത് കൃത്യമായി അതിനെ മുതലെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ക്രൈസ്തവരുടെ ശബ്ദം ഈ ഓക്കെ. രാഷ്ട്രീയക്കാർ പരിഗണിക്കാത്തതെന്നും അവരുടെ തന്നെ പ്രകടന പത്രികയിലെ ക്രൈസ്തവരുടെ ശബ്ദം മാറുന്നില്ല, അവരുടെ രാഷ്ട്രീയ പാർട്ടികളുടെ മീറ്റിംഗിൽ ക്രൈസ്തവന്റെ ശബ്ദം മാറുന്നില്ല, ഉം. അല്ലെങ്കിൽ അവര് മുന്നോട്ട് വെക്കുന്ന പദ്ധതികളിൽ ക്രൈസ്തവന്റെ ഓക്കെ. ശബ്ദമോ അവകാശമോ അല്ലെങ്കിൽ ക്രൈസ്തവനായിട്ടൊരു പദ്ധതികളോ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ വോട്ടിനാണ് പ്രാധാന്യം. ആ വോട്ടിന് ജനസംഖ്യക്കാണ് പ്രാധാന്യം. ആ ജനസംഖ്യയിൽ ക്രൈസ്തവൻ പിന്നോട്ട് പോകുന്നത് ഓക്കെ. ഒരു വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണെന്ന് ഇനിയെങ്കിലും നമ്മുടെ സമൂഹം മനസ്സിലാക്കണം. തീർച്ചയായും അതിനനുസരിച്ച് തീർച്ചയായും യെസ്, വളരെ വ്യക്തമാണ് അമൽ. ഫാദർ റോയ് കണഞ്ചിറ സീമൈ, ശ്രീ അമൽ പങ്കുവച്ച വളരെ നിർണായകമായിട്ടുള്ള ചില ആശയങ്ങളുണ്ട്, ചില ആശങ്കകളുണ്ട്. ഒന്ന്, ഈ ക്രൈസ്തവ സമൂഹം ഇവിടെ തീർന്നുകൊണ്ടിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം അമൽ ചൂണ്ടിക്കാണിച്ചത്, പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ ഒക്കെ അടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇലക്ഷൻ അല്ലെങ്കിൽ പോലും പല വിഷയങ്ങളിലും ഈ ക്രൈസ്തവ സമുദായത്തിലെ ആ ഒരു ഭിന്നത അത് പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുവാൻ മാധ്യമങ്ങൾക്ക് വല്ലാത്തൊരു തിടുക്കമാണ്. അതേസമയം മറ്റ് സമുദായങ്ങളിലെ, പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ തന്നെ ഇപ്പൊ മുസ്ലിം സമുദായത്തിൽ അവർക്കാണെങ്കിലും പലതരത്തിലുള്ള ആശയപരമായിട്ടുള്ള ഭിന്നതയുണ്ട്. പക്ഷേ അതൊന്നും ഒരു പൊതുസമൂഹത്തിൽ ചർച്ചയാകാതിരിക്കുവാൻ ബോധപൂർവം തന്നെ പല മാധ്യമങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മറുസൈഡിൽ പല രീതിയിലുള്ള അവഹേളനങ്ങൾ നടക്കുന്നു. ഒപ്പം തന്നെ ഒരു ഘട്ടത്തിൽ ഒരു ഏകീകരണ കാഴ്ചപ്പാട്, പ്രത്യേകിച്ച് രാഷ്ട്രീയ വിഷയങ്ങളിൽ ക്രൈസ്തവരുടെ ഇടയിൽ രൂപം കൊള്ളുന്നു എന്ന് കാണുമ്പോൾ ഒരു ഭിന്നതയുടെ ഒരു അരൂപി അവിടെ വിതയ്ക്കപ്പെടുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ക്രൈസ്തവ സമുദായത്തിന്റെ അടിവേരിളക്കുവാൻ പലതരത്തിലുള്ള ഒരു ശക്തികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു സൂചന തന്നെയല്ലേ അമൽ ചൂണ്ടിക്കാണിച്ച ഈ ആശങ്കകൾ? ഫാദർ റോയ് കണഞ്ചിറ സീമൈ. നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ മൂല്യങ്ങളിൽ അടിയുറച്ച ഒരു രാജ്യമാണ്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ ക്രൈസ്തവ സമൂഹത്തിന്റെ രാഷ്ട്രീയ സ്വാധീനത്തെ പറ്റിയാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ഒരുമിച്ച് നിന്ന് നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുവാൻ രാഷ്ട്രീയം എന്ന മാധ്യമത്തെ ഉപയോഗിക്കുന്നതിൽ ക്രൈസ്തവ സമൂഹം വിജയിക്കുന്നുണ്ടോ ഇല്ലയോ എന്നാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അമലിന്റെ ആ ഒരു നിരീക്ഷണത്തിൽ നമ്മൾക്ക് അങ്ങനെ വിജയിക്കാനുള്ള സാഹചര്യം ഇപ്പോൾ ഇല്ലാതെ വരികയാണ്. കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ ക്രൈസ്തവ മതവിശ്വാസവും ക്രൈസ്തവരുടെ രാഷ്ട്രീയവും തമ്മിൽ പലപ്പോഴും ചേരാതെ വരികയാണ്. ക്രൈസ്തവ നാമധാരികളായ രാഷ്ട്രീയ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം പലരുടെയും അടിസ്ഥാനപരമായ ലക്ഷ്യം അവരുടെ രാഷ്ട്രീയ പാർട്ടിയിൽ അവരുടെ സ്ഥാനം ഉറപ്പിക്കാനും അവർക്ക് തെരഞ്ഞെടുപ്പിൽ ജയിക്കാനും ക്രൈസ്തവ മത സമൂഹത്തിന്റെ ഒരു പിന്തുണ ഉറപ്പാക്കുക എന്നതാണ് ക്രൈസ്തവ നാമം കൊണ്ട് പലരും ലക്ഷ്യമിടുന്നത്. എന്നാൽ വിജയിച്ചു കഴിയുമ്പോഴും അല്ലെങ്കിൽ വിജയിക്കാതിരിക്കുമ്പോഴും ക്രൈസ്തവ സമൂഹത്തിന് ഏതെങ്കിലും ഒരു ജനാധിപത്യപരമായ ആവശ്യം ഉണ്ടാകുന്ന സമയത്ത്, എന്നാൽ ഈ ക്രൈസ്തവ നാമധാരികളായിട്ടുള്ള രാഷ്ട്രീയക്കാരെ നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ നമ്മളോട് വളരെ സ്നേഹപൂർവ്വവും അനുഭാവപൂർവ്വവും പെരുമാറുമ്പോഴും അവരുടെ തീരുമാനത്തെ സ്വാധീനിക്കുന്നത് അവർ ഏത് പാർട്ടിയിൽ അംഗമായിരിക്കുന്നു, ആ പാർട്ടിയുടെ ഭരണഘടനയും ആ പാർട്ടിക്ക് ആ ഒരു വിഷയത്തോടുള്ള ആഭിമുഖ്യവുമാണ് അവരുടെ ഈ നമ്മൾ അവതരിപ്പിക്കുന്ന ക്രൈസ്തവ വിഷയങ്ങളോടുള്ള പ്രതികരണത്തെ സ്വാധീനിക്കുന്നത് എന്ന് ഞാൻ പലപ്പോഴും നിരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ക്രൈസ്തവമായ ഒരു വിഷയം, ക്രൈസ്തവ സമുദായത്തിന്റെ ഒരു വിഷയം ശക്തമായി ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും സമിതികളിൽ, പോളിസി മേക്കിംഗ് ബോഡികളിൽ, നയരൂപീകരണ വേദികളിൽ ശക്തമായി ക്രൈസ്തവർക്ക് വേണ്ടി വാദിച്ച് നേടിത്തരാൻ കഴിയുന്ന ഒരു ക്രൈസ്തവ രാഷ്ട്രീയ മുഖം നമുക്കിപ്പോഴുണ്ടോ എന്നുള്ളതും ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. കാരണം എല്ലാവരും അവരവരുടെ രാഷ്ട്രീയമായ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഓട്ടത്തിനിടയിലാണ് സ്വന്തം ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതവിശ്വാസത്തെ അവർ പരിഗണിക്കുന്നത്. എന്നാൽ ഇതര മതസമൂഹങ്ങളിലെ രാഷ്ട്രീയ നേതാക്കൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ
മറ്റ് മത സമൂഹങ്ങളിലെ രാഷ്ട്രീയ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ മതവിശ്വാസത്തിനും ആ വിശ്വാസം അനുശീലിക്കുന്ന അനുയായികൾക്കും രാഷ്ട്രീയമായും ഭരണപരമായും ലഭിക്കേണ്ട മുഴുവൻ ആനുകൂല്യങ്ങളും അവകാശങ്ങളും നേടിക്കൊടുക്കുന്നതിനും നിലനിർത്തുന്നതിനും വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ള മതവിശ്വാസികൾ, ഒരേ മതവിശ്വാസികൾ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കുന്നതിന് കേരളത്തിന്റെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായ ചില തീരുമാനങ്ങൾ തെളിവ് തരുന്നുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ക്രൈസ്തവർക്ക് അത്തരത്തിൽ ഒരു മാനസിക ഐക്യമുണ്ടായി നമ്മൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് നമ്മുടെ പ്രതിനിധികളെ, നാമധാരികളായ പ്രതിനിധികളെ തെരഞ്ഞെടുത്ത് അയക്കുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് നല്ലതാണ്, പക്ഷെ ഉണ്ടാകാൻ ബുദ്ധിമുട്ടുമാണ്. കാരണം ഒരു ക്രൈസ്തവമായ ഒരു സാമൂഹിക ബോധം നമ്മൾ ചിന്തിക്കുമ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ അല്ല അത് അടിയുറച്ചിരിക്കുന്നത്. ക്രൈസ്തവ വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ ക്രിസ്തീയമായ ഒരു രാഷ്ട്രീയ ബോധം എന്ന് പറയുന്നത്, നമുക്കറിയാം ഭാരതത്തിന്റെ തന്നെ ഭരണഘടന അനുസരിച്ച് ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ എല്ലാ മതവിശ്വാസികൾക്കും എല്ലാ ഭാഷകൾക്കും ഒരേപോലെ ഉറപ്പുവരുത്താൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ ഭരണ സംവിധാനം, ജനാധിപത്യ ഭരണ സംവിധാനം കേന്ദ്രത്തിൽ ഉണ്ടാകണം എന്നാണ് ക്രൈസ്തവ മനസ്സ് ആഗ്രഹിക്കുന്നത്. കാരണം ക്രിസ്തീയമായ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും മനുഷ്യരായി കാണുന്ന ഒരു മനസ്സാണത്. എല്ലാവരെയും ദൈവമക്കളായി കാണുന്ന ഒരു മനസ്സാണ്, സഹോദരങ്ങളായി കാണുന്ന ഒരു മനസ്സാണ്. നമുക്ക് ഏതെങ്കിലും ഒരു മതവിശ്വാസം ഇവിടെ ഇല്ലാതാകണമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റൊരു മതത്തിൽ, ഇതര മതത്തിൽ വിശ്വസിക്കുന്ന ആരെങ്കിലും ഇവിടെ ഇല്ലാതെയാകണമെന്നോ അവരെ കൊല്ലണമെന്നോ ഒന്നും നമുക്ക് നമ്മുടെ യാതൊരു ശൈലിയുമില്ല, നമുക്ക് വിശ്വാസമില്ല, അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ മനുഷ്യർക്കും നീതി ലഭ്യമാക്കുന്ന ഒരു വേദിയായി മാറണം രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് എന്നതാണ്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തെരഞ്ഞെടുപ്പ്, ഈ ഒരു 2024 തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, ഇപ്പോൾ ജോർജ് പറഞ്ഞ പോലെ ഇതൊരു ഡു ഓർ ഡൈ തെരഞ്ഞെടുപ്പാണ്. നമ്മൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ മൂല്യങ്ങൾക്ക് സംരക്ഷണം ലഭിക്കുമെന്ന് ഉറപ്പുള്ള രാഷ്ട്രീയ പ്രതിനിധികളെ നമ്മളുടെ ജനാധിപത്യത്തിന്റെ അവകാശം ഉപയോഗിച്ച് തെരഞ്ഞെടുക്കുന്നതാണ് നല്ലത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതേസമയം തന്നെ ജോർജ് ചോദിച്ചതുപോലെ ക്രൈസ്തവ സമുദായത്തെ രാഷ്ട്രീയമായി വിഭജിക്കുന്നതിൽ ഇതര രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളും വളരെയേറെ വിജയിക്കുന്നുണ്ട് എന്നുള്ളതൊരു ഫാക്റ്റാണ്. അമൽ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ആവശ്യം വരുമ്പോൾ ഇവരെല്ലാവരും നിശബ്ദരാണ്. നമ്മുടെ ഒരു ക്രൂഷ്യൽ ആവശ്യം വരുന്ന സമയത്ത് ഇവരുടെ വാ പൊളിയുന്നില്ല. അതേസമയം ക്രൈസ്തവ പശ്ചാത്തലമുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ പിളർപ്പുണ്ടാക്കാനും നേതൃത്വം നൽകുന്നവരുടെ ഇടയിൽ തന്നെ അനൈക്യം സൃഷ്ടിക്കാനും ഉള്ള അവരുടെ ഒരു ഉത്സാഹം ക്രിസ്തീയമായ ഒരു പ്രശ്നം, ഒരു അവകാശ നിഷേധം ഉയർന്നു വരുന്ന സമയത്ത് അത് പരിഹരിക്കുന്നതിൽ കാണുന്നുമില്ല. അപ്പോൾ ഈ രാഷ്ട്രീയ ഗൂഢാലോചനകളുടെ ഇരയാണ് ക്രൈസ്തവ സമൂഹം എന്ന് നിരീക്ഷിക്കേണ്ടി വരികയാണ് ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ കാണുമ്പോൾ. ഓക്കെ, ഡോക്ടർ ചാക്കോ കാളമ്പറമ്പിൽ, പ്രത്യേകിച്ച് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു നാട് ആര് ഭരിക്കണം എന്ന തരത്തിലുള്ള ഒരു സ്വാധീന ശക്തി ക്രൈസ്തവർക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അമലൊക്കെ സൂചിപ്പിച്ചതുപോലെ പ്രത്യേകിച്ച് ജനസംഖ്യ ശോഷണം, അത്തരത്തിലുള്ള പല വിഷയങ്ങളും ക്രൈസ്തവർ നേരിടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വലിയൊരു സ്വാധീന ശക്തി നിലവിലെ സാഹചര്യത്തിൽ ക്രൈസ്തവർക്കില്ല എന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു നിലപാടിന്റെ ഒരു അഭാവം രാഷ്ട്രീയമായിട്ട് ക്രൈസ്തവർക്കൊരു ദോഷം ചെയ്യുന്നില്ലേ? അതായത് ചില ഘട്ടത്തിൽ നാം സ്വീകരിക്കുന്ന ചില ന്യൂട്രൽ നിലപാട്, പക്ഷേ അത് കുറെ കൂടി ഒരു വിഷയാധിഷ്ഠിതമായിട്ട് സ്വീകരിക്കുകയാണെങ്കിൽ, അതായത് ചില മണ്ഡലങ്ങളിൽ ക്രൈസ്തവർ വിചാരിച്ചാൽ ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ സാധിക്കും, ചില മണ്ഡലങ്ങളിൽ ഒരു ക്രൈസ്തവർ വിചാരിച്ചാൽ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള നിർണായകമായിട്ടുള്ള ഒരു ശക്തി ക്രൈസ്തവർക്കുണ്ട് എന്ന് കൃത്യമായിട്ട് നാം ഈ ഇന്നത്തെ ഒരു രാഷ്ട്രീയ നേതൃത്വങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതല്ലേ? അല്ലെങ്കിൽ ഒരു വിലയും ഇല്ലാത്ത, അല്ലെങ്കിൽ ക്രൈസ്തവരുടെ വോട്ടിന് ഒരു വിലയും ഇല്ല എന്നൊരു മിഥ്യാ ധാരണ ഈ കൂട്ടരുടെ മനസ്സിൽ അത് ശക്തി പ്രാപിക്കുവാൻ അത് ഇടയാകത്തില്ലേ? ഡോക്ടർ ചാക്കോ കാളമ്പറമ്പിൽ. ജോജി ചോദിച്ച ആ ഒരു ആശങ്കയ്ക്ക് മറുപടി പങ്കുവയ്ക്കുന്നതിന് മുമ്പ് നമ്മുടെ ഒരു ക്രൈസ്തവ ദർശനം ഈ പ്രത്യേകിച്ച് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ ക്രൈസ്തവർക്ക് ഒരു രാഷ്ട്രീയ ദർശനമുണ്ട്. അത് പാർട്ടി ഫോക്കസ്ഡ് അല്ല, മറിച്ച്
രാഷ്ട്രം ഫോക്കസ്ഡ് ആണ്. ഒരു രാജ്യം ഇങ്ങനെ ആയിരിക്കണം, ആ രാജ്യത്തിന്റെ സംവിധാനവും അതിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളും ഇന്നതായിരിക്കണം എന്നുള്ള ഒരു പക്വതയാർന്ന വിലയിരുത്തലിന് ക്രൈസ്തവ സമൂഹത്തെ പ്രാപ്തരാക്കിയ ഒരു വിശ്വാസ പരിശീലനം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സഭാ സംവിധാനങ്ങൾ ഒരിക്കലും പാർട്ടിയത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നാൽ രാഷ്ട്രീയ അവബോധത്തെയും രാഷ്ട്രീയത്തെയും തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു പാർട്ടി നിർബന്ധമാണ് എന്ന് പറയാറില്ല. അതുകൊണ്ട് അത് ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ആശങ്ക തോന്നുന്ന ഒരു കാര്യം, നമ്മളിത് പുറമേ നിന്നുള്ളവരെ നമ്മളെ അവഗണിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു അടിസ്ഥാന കാരണമായി തീർന്നത് നമ്മുടെ സമുദായ അവബോധത്തിന്റെ കുറവ് തന്നെയാണ്. സമുദായം നേരിടുന്ന പ്രതിസന്ധികളും സമുദായം നേരിടുന്ന വെല്ലുവിളികളും തിരിച്ചറിഞ്ഞ് സമുദായ അവബോധത്തോടെ പ്രവർത്തിക്കാൻ ഒരു സാമുദായിക ശാക്തീകരണം, ഒരു സമുദായ ബോധം, ഒരു സമുദായ സ്നേഹം ക്രൈസ്തവ സമൂഹത്തിലുണ്ടോ എന്നുള്ള ചോദ്യത്തിന് നമ്മൾ ഉത്തരം കൊടുക്കേണ്ടി വരും. അവിടെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ക്രൈസ്തവ സമുദായം നേരിടുന്ന വെല്ലുവിളികളെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അതിനുവേണ്ടി ഒന്നിച്ചു നിൽക്കാൻ തയ്യാറാകാത്ത ഒരു മാനസികാവസ്ഥ എന്തുകൊണ്ടോ ക്രൈസ്തവ സമൂഹത്തിന് ഇന്നുണ്ട് എന്നുള്ളത് നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ്. അത് ഏത് ഡിനോമിനേഷൻ എന്നുള്ളതല്ല, മറിച്ച് നീതി നിഷേധിക്കപ്പെടുന്ന ഒരു സമൂഹമാണ് ക്രൈസ്തവ സമൂഹം എന്നുള്ളത് എല്ലാവർക്കും തിരിച്ചറിവ് ഉണ്ടായിട്ടോ അതിനുവേണ്ടി ഒരു സാമുദായിക അവബോധത്തോടു കൂടി ഒന്നിച്ച് നിലകൊള്ളാൻ കഴിയുന്ന തക്ക വിധത്തിലേക്ക് നമ്മുടെ സംവിധാനങ്ങൾ രൂപപ്പെട്ടു വരുന്നില്ല എന്നുള്ളത് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന. ഇത് ഞാൻ പറയുമ്പോൾ ക്രൈസ്തവ സമുദായം അല്ലെങ്കിൽ ഹൈന്ദവ സമുദായം അല്ലെങ്കിൽ മുസ്ലിം സമുദായം എന്ന് നമ്മൾ വിവിധ സമുദായങ്ങളെ വിളിക്കാറുണ്ട്. ഹൈന്ദവ സമുദായത്തിൽ നമുക്കറിയാം NSS ഉണ്ട്, SNDP ഉണ്ട്, ഓരോ സാമുദായിക സംഘടനകളുണ്ട്, അതിന് നേതൃത്വങ്ങളുണ്ട്. മുസ്ലിം സമുദായത്തിലും അതുപോലെ തന്നെയുള്ള നേതൃത്വങ്ങളുണ്ട്. MES ആയാലും MSS ആയാലും മറ്റ് വിഭാഗങ്ങളായാലും അവർക്കൊക്കെ നേതൃത്വങ്ങളുണ്ട്, സമുദായത്തിന് നേതൃത്വങ്ങളുണ്ട്. ക്രൈസ്തവ സമുദായത്തിന് അത്തരത്തിൽ അടിയുറച്ച ഒരു നേതൃത്വമുണ്ടോ? സഭാ നേതൃത്വമുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ സമുദായ നേതൃത്വം അത്തരത്തിൽ ശക്തമാണോ? സമുദായ നേതൃത്വം ആഹ്വാനം ചെയ്താൽ കൃത്യമായിട്ട് അതിനെ നെഞ്ചോട് ചേർക്കാൻ, അതിന്റെ സത്യസന്ധമായ വശങ്ങളെ നെഞ്ചോട് ചേർക്കാൻ കഴിയുന്ന ഒരു സമൂഹമാണോ നമ്മുടേത്? അത്തരത്തിൽ സമുദായ നേതൃത്വങ്ങളെ വളർത്തുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടിട്ടില്ലേ? അല്ലെങ്കിൽ സമുദായത്തെ വളർത്തുന്നതിൽ നമ്മൾ യഥാർത്ഥമായി ചിന്തിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും. ഒരു കാലഘട്ടത്തിൽ നമുക്ക് അത്തരം സമുദായ നേതാക്കന്മാരുണ്ടായിരുന്നു. നമുക്കറിയാം, ഈ കത്തോലിക്ക കോൺഗ്രസ് പോലുള്ള സമുദായ സംഘടന 1918 രൂപപ്പെട്ട ശേഷം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അക്കമ്മ ചെറിയനെ പോലെയും ബാരിസ്റ്റർ ജോർജ് ജോസഫിനെ പോലെയും ടൈറ്റസിനെ പോലെയും ഒക്കെ ശക്തമായ നേതൃത്വങ്ങൾ ഉണ്ടായിരുന്നു. അവർ സമുദായത്തിന് ഒന്നാം സ്ഥാനവും രാഷ്ട്രീയത്തിനോട് ചേർന്ന് നിർത്തുന്ന ഒരു സ്വഭാവമായിരുന്നു. എന്നാൽ ഈ കാലഘട്ടം വന്നപ്പോൾ സമുദായത്തെ നീക്കി നിർത്തി സമുദായ ചിന്തകള് വർഗീയമായി ചിത്രീകരിക്കുവോ, ഞാൻ ചാപ്പകുത്തപ്പെടുവോ എന്ന് പേടിച്ചുകൊണ്ട് സമുദായത്തെ മാറ്റി നിർത്തിയാലും എന്റെ രാഷ്ട്രീയ പാർട്ടിയോടുള്ള വിധേയത്വത്തെ ഉറക്കെ പ്രഖ്യാപിക്കാൻ ധൈര്യം കാണിക്കുന്ന സമുദായ നേതൃത്വം നമുക്കുള്ളത്, അല്ലെങ്കിൽ സമുദായങ്ങളാണ് നമുക്കുള്ളത്. അങ്ങനെ വന്നതുകൊണ്ട് സമുദായം അവഗണിക്കപ്പെട്ടാലും എന്റെ പാർട്ടിയിലെ സ്ഥാനം നഷ്ടപ്പെടുന്നില്ലെങ്കിൽ എനിക്കത് വിഷയമല്ല എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു സങ്കുചിത അവസ്ഥയിലേക്ക് ക്രൈസ്തവ സമുദായത്തിലുള്ള നേതാക്കന്മാരടക്കം മാറി ചിന്തിച്ചു പോയി. അതിനെ തിരുത്തുന്നതിൽ സമുദായം അല്ലെങ്കിൽ നമ്മുടെ സമൂഹം വിജയിച്ചില്ല എന്നുള്ള ഒരു വശത്ത് നിലനിൽക്കുന്നുണ്ടെന്നുള്ളത് മറക്കരുത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം, നമുക്ക് എല്ലാവർക്കും ഇപ്പൊ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ അവബോധമുണ്ട്. പക്ഷെ ആ അവബോധമുള്ള പ്രശ്നങ്ങളെ ഒന്നിച്ചു നിന്നുകൊണ്ട് നേരിട്ട് അതിജീവിക്കണമെന്നുള്ള ഒരു ചിന്തയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മളെ ആശങ്കപ്പെടുത്തുന്നതാണ്. അത് ഉള്ളിൽ നിന്നുള്ള ഒരു വെല്ലുവിളി തന്നെയാണ്. പുറമേ നിന്നുള്ള വെല്ലുവിളികൾ അതിനെ തീർച്ചയായിട്ടും ട്രിഗർ ചെയ്യുകയും അതിനെ പരിപോഷിപ്പിക്കുകയും അതിനെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഈ ഉള്ളിൽ നിന്നുള്ള വെല്ലുവിളികളുടെ വിഭാഗീയതയെ വർദ്ധിപ്പിച്ച് ആ വർദ്ധിപ്പിച്ച വിഭാഗീയത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നേട്ടങ്ങൾ കൊയ്യുന്നത് പുറമേ നിന്നുള്ള വെല്ലുവിളികളാണ്. അതിൽ രാഷ്ട്രീയക്കാരും ചില സങ്കുചിത താല്പര്യങ്ങളുള്ള പ്രസ്ഥാനങ്ങളും ഒക്കെ മുന്നിട്ടിറങ്ങുന്നുണ്ട്. അവിടെ പോലും നമ്മൾ അതിനോട് ശക്തമായി പ്രതികരിക്കുന്നതിനോ അതിനെ സമൂഹത്തിന്റെ മുമ്പിൽ വരച്ചു കാണിക്കുന്നതിനോ ഈ വെല്ലുവിളികളെ അതിജീവിക്കാൻ ആവശ്യമായ ചുവടുകൾ എടുക്കുന്നതിനോ ഒന്നും നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അകത്തുനിന്നും പുറത്തുനിന്നും വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഈ സമുദായം ഇന്ന് എക്സിസ്റ്റ് ചെയ്യുന്നത്. സമുദായം എന്ന് വിളിക്കാമെങ്കിൽ ആ തരത്തിൽ അവിടെ ഈ സമുദായം എന്ന് പറയുന്നത് അവരുടെ പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിഞ്ഞുകൂടെ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പം
നമ്മൾ വിവിധങ്ങളായ പ്രശ്നങ്ങളെ കുറിച്ച് എപ്പോഴും ജെ.വി. കോശി കമ്മീഷൻ, അല്ലെങ്കിൽ EWS സംവരണം, അല്ലെങ്കിൽ സ്കോളർഷിപ്പ് പ്രശ്നങ്ങള്, വന്യമൃഗ ശല്യങ്ങള്, പരിസ്ഥിതി നിയമങ്ങൾ നമ്മളെ തകർത്ത് കളയുന്ന അവസ്ഥകള്, അല്ലെങ്കിൽ കർഷക വിരുദ്ധ കരിനീക്കങ്ങള്, അല്ലെങ്കിൽ സമീപനങ്ങള്, ഇതിനൊക്കെ മുഖ്യ നേതൃത്വം കൊടുക്കുന്ന ചില മുഖ്യധാര പാർട്ടികൾ തന്നെ ഇവിടെ ഇലക്ഷൻ ആകുമ്പോൾ ഇവരുടെ മിശിഹായായിട്ട്, ഇവിടെ രക്ഷകനായിട്ട് ഇവിടെ വന്ന് അവതരിക്കുകയാണ്. അത് തുറന്നു കാട്ടാനായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ് എന്ന് തുറന്നു കാട്ടിക്കാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കെതിരെ അത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മേലിൽ അത് ആവർത്തിക്കാതിരിക്കാൻ തക്ക വിധത്തിൽ അവരുടെ ഇലക്ഷന്റെ പ്രചരണത്തിന്റെ ഭാഗമാക്കി അവർ നമ്മളോട് കാണിച്ചിരിക്കുന്ന ഈ നിന്ദ്യമായ പ്രവർത്തനങ്ങളെ വരച്ചു കാണിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു. അപ്പൊ അവിടെ വാസ്തവത്തിൽ നമ്മളുടെ തന്നെ പിഴ, എന്റെ പിഴ എന്ന് പറയേണ്ടി വരും ഒരു പരിധിവരെ എന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം രാഷ്ട്രീയമായിട്ടുള്ള പ്രചരണങ്ങൾ അഴിച്ചുവിടുമ്പോൾ, പ്രത്യേകിച്ച് ഇലക്ഷൻ കാലഘട്ടത്തിൽ, നമുക്ക് പറയാനുള്ളതെല്ലാം ന്യായമായ കാര്യങ്ങളാണ്. നമുക്ക് പറയാനുള്ളതെല്ലാം നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ്. നമുക്ക് പറയാനുള്ളതെല്ലാം നമുക്ക് നേടിത്തരേണ്ട, നമ്മൾ ന്യായമായ, നമുക്ക് ലഭ്യമാക്കേണ്ടുന്ന ഭരണഘടന അനുശാസിക്കുന്ന അവകാശങ്ങളാണ്. അതിനെക്കുറിച്ച് പറയാൻ ആരുണ്ട് ഇവിടെ? അതിനെക്കുറിച്ച് പറയാൻ ഈ സമുദായത്തെ അല്ലെങ്കിൽ ഈ സമുദായങ്ങൾ നമ്മൾ സ്വയം അഭിമാനിക്കുന്ന രാഷ്ട്രീയത്തിലുള്ള ആളുകൾ ഉണ്ടോ? അല്ലെങ്കിൽ ഈ സമുദായ നേതൃത്വമുണ്ടോ? അത് ഏതെങ്കിലും ഒരു അച്ഛനോ ഒരു മെത്രാനോ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അതിനെ ഒരു വർഗീയതയായി ചിത്രീകരിച്ചുകൊണ്ട് നമസ്കരിക്കാൻ നോക്കി നിൽക്കുന്ന രാഷ്ട്രീയ ഹിജറകൾ ഇവിടെ ഉണ്ട്. അവരതിനെ അങ്ങനെ ചിത്രീകരിക്കും. എന്നിട്ട് വർഗീയതയായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു നെഗറ്റീവ് പ്രൊപ്പഗണ്ട നടത്തി ഈ സമുദായത്തെ ഇകഴ്ത്തി കാണിച്ച് അതിനുള്ള പരിവേഷവും കൂടെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു അവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതിനെയൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് കൃത്യതയോടുകൂടി നമുക്ക് നമ്മൾ നേരിടുന്ന വെല്ലുവിളികളെ അഡ്രസ് ചെയ്യാൻ തക്ക വിധത്തിൽ വളരെ വ്യക്തമായും കൃത്യമായിട്ടുള്ള ഒരു ദിശാബോധത്തോടുകൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സമുദായ നേതൃത്വത്തിന്റെ കാര്യമാത്ര പ്രസക്തമായ അഭാവം നമ്മൾ നേരിടുന്ന ഒരു വെല്ലുവിളിയാണെന്ന് ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ് ആദ്യം തന്നെ. അതിലൂടെ വേണം നമുക്ക് ഈ പ്രശ്നങ്ങളെ പരിഹാരത്തിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള നീക്കങ്ങളും കരുനീക്കങ്ങളും നടത്താൻ. അതിലൂടെ വേണം രാഷ്ട്രീയ പാർട്ടികൾ ഈ പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകിയില്ല എന്നുണ്ടെങ്കിൽ, ഇതിന് മറുപടി പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇത് അപകടം ചെയ്യും. ഈ 18% വരുന്ന ക്രൈസ്തവ സമൂഹത്തിന്റെ ന്യായമായ ആവശ്യങ്ങളെ ഞങ്ങൾ അഡ്രസ് ചെയ്തില്ല എന്നെങ്കിൽ ഞങ്ങൾ പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് എന്ന് തിരിച്ചറിവ് കൊടുക്കാൻ അതിലൂടെ വേണം. അതാണ് യഥാർത്ഥ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അത് തന്നെയായിരിക്കണം നമ്മുടെ, എനിക്ക് തോന്നുന്ന ഇതിനകത്തെ ഒരു സ്ട്രാറ്റജി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ, വളരെ വ്യക്തമാണ്. ശ്രീ അമൽ, ആദ്യമേ തന്നെ പ്രത്യേകിച്ച് ഡോക്ടർ ചാക്കോ കൊളംബറമ്പിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു സമുദായ നേതൃത്വത്തിന്റെ അഭാവം, നമുക്ക് കെട്ടുറപ്പുള്ള ഒരു ആത്മീയ നേതൃത്വം ക്രൈസ്തവ സഭയ്ക്കുണ്ട്. പക്ഷേ ഒരു സമുദായ നേതൃത്വത്തിന്റെ ഒരു വലിയ രീതിയിലുള്ള അഭാവം, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നിലപാടുകൾ, സാമൂഹികമായിട്ടുള്ള വിഷയങ്ങളിൽ, സാമുദായികമായിട്ടുള്ള വിഷയങ്ങളിൽ ചങ്കൂറ്റത്തോടുകൂടി നിലപാട് പറയുന്ന ഒരു സമുദായ നേതൃത്വത്തിന്റെ അഭാവം ക്രൈസ്തവ സമൂഹത്തെ, പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. ഡോക്ടർ ചാക്കോ കൊളംബറമ്പിൽ ഉന്നയിച്ച ആ ഒരു ആശങ്ക, അതുമായി ബന്ധപ്പെട്ട് അങ്ങേക്ക് പങ്കുവയ്ക്കാം. ഒപ്പം തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, ഈ ഭിന്നിപ്പിന്റെ ചില ശക്തികൾ പലപ്പോഴും ക്രൈസ്തവ സമൂഹങ്ങൾക്കിടയിൽ, ക്രൈസ്തവർക്കിടയിൽ ഈ ഭിന്നിപ്പ് വിതച്ച്, നമുക്കറിയാം പണ്ട് ബ്രിട്ടീഷുകാരൊക്കെ ചെയ്തതുപോലെ ഒരു ഡിവൈഡ് ആൻഡ് റൂൾ എന്നൊക്കെ നാം പറയുന്നത് പോലെ ഭിന്നിപ്പ് വിതച്ച് അത് മുതലെടുക്കുന്നു. ഇവിടെ ക്രൈസ്തവ സമൂഹം ഒറ്റക്കെട്ടായിട്ട്, റീത്ത് ഭേദമന്യേ, സഭാഭേദമന്യേ ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ പലതും സംഭവിക്കുമെന്ന് ഈ കൂട്ടർക്ക് അറിയാം. അതുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള ഈ ഭിന്നിപ്പിന്റെ ശക്തികൾ, ഈ ഭിന്നിപ്പിന്റെ കള വിതയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരം ആശയപരമായിട്ടുള്ള ഭിന്നതകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ചിന്ത ഒക്കെ ഒന്ന് ചർച്ച ചെയ്യുവാനുള്ള ഒരു കോമൺ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഒക്കെ ഒരു അഭാവം, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എത്രത്തോളം ദോഷകരമായിട്ട് ഈ ക്രൈസ്തവ സമുദായത്തിന്റെ ഒരു വളർച്ചയൊക്കെ ബാധിച്ചിട്ടുണ്ട്? അമൽ, 2 ചോദ്യങ്ങൾ. ആദ്യത്തെ ചോദ്യം നമുക്കൊരു സാമുദായിക നേതൃത്വം ഉണ്ടോ, ആ സമുദായ നേതൃത്വം മുന്നോട്ട് വരുന്നുണ്ടോ എന്നുള്ളതാണ്. അതിന് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഈ ഇലക്ഷൻ കാലഘട്ടം തന്നെ നോക്കുക. ഈ ഇലക്ഷൻ കാലഘട്ടത്തിൽ ക്രൈസ്തവന്റെ ആശങ്കയെ പറ്റി ഏതെങ്കിലും ഒരു സമുദായ അല്ലെങ്കിൽ സഭാ സംഘടന വക്താവോ അല്ലെങ്കിൽ നേതൃത്വം വഹിക്കുന്ന ആരെങ്കിലുമോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരോടോ അല്ലെങ്കിൽ ഈ ഇലക്ഷനിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയോടോ ചോദിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അതായത് നമുക്കിപ്പം നിലവിൽ നമുക്കറിയാം, ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല. അത് ക്രൈസ്തവന് ഒരു ആശങ്കയാണ്. അതേസമയം ന്യൂനപക്ഷ കേസായ 80:20, അതായത് പാവപ്പെട്ട ക്രിസ്ത്യൻ കുട്ടികൾക്ക് കിട്ടേണ്ട സ്കോളർഷിപ്പിനെതിരെ സർക്കാർ ഈ ക്രിസ്ത്യാനികളുടെ തന്നെ പൈസ എടുത്ത് ഖജനാവിൽ നിന്ന് വിനിയോഗിച്ച് സുപ്രീം കോടതിയിൽ അപ്പീലിന് പോയിരിക്കുവാണ് ഈ പാവപ്പെട്ട ക്രിസ്ത്യൻ കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് കിട്ടാതിരിക്കാനായിട്ട്. അതിന് എതിരെ സംസാരിക്കാൻ പോലും നമ്മുടെ സമുദായ അല്ലെങ്കിൽ സഭാ സംഘടനകളോ അല്ലെങ്കിൽ നേതൃത്വം വഹിക്കുന്ന ആരോ തന്നെ തയ്യാറാകുന്നുണ്ടോ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരോടാകട്ടെ, അവരുടെ സ്ഥാനാർത്ഥികളോടാകട്ടെ. ഇനി മറ്റൊന്ന്, EWS സംവരണം വന്നു. EWS സംവരണത്തെ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് കേരളത്തിൽ അനുകൂലിക്കുന്നത്?
ഇനി മാത്രമല്ല നമ്മുടെ ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിനുള്ള സംവരണത്തെ എടുത്തു കളഞ്ഞുകൊണ്ട് ലയിപ്പിക്കുന്നതായിട്ടൊരു അവസ്ഥകൾ വരുന്നു. അതിനെതിരെ ആരാണ് ഇവിടെ ശബ്ദമാകുന്നത്? അവിടെ ക്രൈസ്തവന് വേണ്ടി ശബ്ദിക്കാൻ നമ്മുടെ സഭാ സംഘടന പോലും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അതിനകത്ത് ഒരു വസ്തുത. സഭയുടെ സംഘടനകളോ അല്ലെങ്കിൽ ആ സംഘടനയുടെ ഏതെങ്കിലും നേതൃത്വം നിൽക്കുന്ന ആൾക്കാരോ ഈ പറയുന്ന രാഷ്ട്രീയക്കാരോടോ അല്ലെങ്കിൽ ആ നിൽക്കുന്ന സ്ഥാനാർത്ഥിയോടോ നമുക്ക് ചോദിക്കാം. അവരെ വിളിച്ചു വരുത്തി ഒരു ചർച്ചാവേദി ഉണ്ടാക്കി ആ ചർച്ചാവേദിയിൽ 3 സ്ഥാനാർത്ഥികളോടും ഒരു അഭിപ്രായ രൂപീകരണം ചോദിക്കാം. ഒരു മറുപടി നമുക്ക് ചോദിച്ച് മേടിച്ചെടുക്കാം. അതായത് അവർ ജയിച്ചു കഴിഞ്ഞാൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തു തരും എന്നൊരു മറുപടിയെങ്കിലും നമുക്ക് ചോദിച്ചു മേടിക്കാവുന്നതാണ്. ഒപ്പം തന്നെ ഞാനൊന്ന് ആഡ് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അമൽ. പ്രത്യേകിച്ച് ഞാനൊരു ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ പറയുന്ന പോലെ ഇപ്പൊ കോൺഗ്രസിന്റെ ഒരു പ്രകടന പത്രിക തന്നെ എടുക്കുകയാണെങ്കിൽ നേരത്തെ ചൂണ്ടിക്കാണിച്ച വിഷയങ്ങളുമായി ബന്ധപ്പെട്ടത് കൊണ്ടാണ് ഞാൻ കോൺഗ്രസിന്റെ പ്രകടന പത്രിക കോട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ജാതി സംവരണമൊക്കെ ഉയർത്തുന്ന കാര്യത്തിൽ ഒരു നിലപാട് അവർ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല പ്രത്യേകിച്ച് ഈ മുന്നോക്ക വിഭാഗം എന്ന നിലയിൽ പ്രത്യേകിച്ച് ഈ കേരളത്തിലെ ക്രൈസ്തവ സീറോ മലബാർ സഭ വിശ്വാസികളെ, സീറോ മലങ്കര സഭ വിശ്വാസികളെയൊക്കെ ബാധിക്കുന്ന ഒട്ടനവധി ആശങ്ക നിറഞ്ഞ ചില നിലപാടുകൾ ഈ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഞാൻ ചോദിക്കാനായിരിക്കുന്നത്. പ്രത്യേകിച്ച് അങ്ങ് പറഞ്ഞു നിർത്തിയ ഒരു പോയിന്റാണ്. അതൊന്നും കൃത്യമായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആശങ്കയുണ്ട്, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരു നിലപാട് സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ലോക്സഭാ മണ്ഡലത്തിലെ ഒരു സ്ഥാനാർത്ഥികളുമായിട്ട് ഒരു മീറ്റ് ദ കാൻഡിഡേറ്റ് പ്രോഗ്രാം ഞങ്ങൾ ക്രൈസ്തവരുടെ ഒരു ആശങ്കകളൊക്കെ അറിയിക്കുവാൻ അതെന്തുകൊണ്ടാണ് അത് ചെയ്യാൻ സാധിക്കാതെ പോകുന്നത് ശ്രീ അമൽ? തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. അതായത് കോൺഗ്രസിന്റെ പ്രകടന പത്രിക പച്ചയ്ക്ക് തന്നെ ഈ രീതിയിൽ എഴുതി വെച്ചിരിക്കണം. അതായത് ഇവിടെയുള്ള ക്രൈസ്തവർക്കെതിരെ എന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഈ പ്രകടന പത്രിക വന്നിട്ട് പോലും നല്ലൊരു ശതമാനം കേരളത്തിലെ ഒരു ക്രൈസ്തവര് കോൺഗ്രസിന് അനുഭാവം പുലർത്തുന്നവരൊക്കെയാണ്. പക്ഷെ ആ ഒരു ക്രൈസ്തവര് പോലും അല്ലെങ്കിൽ ആ നേതൃത്വം പോലും അല്ലെങ്കിൽ സംഘടനയോടോ സംവിധാന നേതൃത്വത്തിൽ ഇരിക്കുന്നവർ പോലും അതൊന്ന് തുറന്ന് ശബ്ദിക്കാനോ സംസാരിക്കാനോ എന്തുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്തു? ഈ പ്രകടന പത്രികയില് ക്രൈസ്തവർക്കായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഉൾപ്പെടുത്തിയില്ല? അത് കോൺഗ്രസിന്റെ ആകട്ടെ, കമ്മ്യൂണിസ്റ്റിന്റെ ആകട്ടെ, അതായത് UDFന്റെ ആകട്ടെ, LDFന്റെ ആകട്ടെ, NDAയുടെ ആകട്ടെ, അല്ലെങ്കിൽ BJPയുടെ ആകട്ടെ, ഇതിന്റെയൊക്കെ പ്രകടന പത്രികയിലൊക്കെ എന്തുകൊണ്ട് ക്രൈസ്തവരുടെ കാര്യങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തുന്നില്ല, ഞങ്ങൾക്ക് വേണ്ടി ശബ്ദമാകുന്നില്ല എന്ന് ചോദിക്കാൻ പോലും പലപ്പോഴും നമ്മുടെ നേതൃത്വത്തിനാവുന്നില്ല എന്നുള്ളൊരു വിഷമമാണ്. ഇനി അങ്ങനെ ചോദിച്ച് അത് മാധ്യമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം. അല്ലാതെ ഇവിടെ ഈ ഒരു രാഷ്ട്രീയ ഇങ്ങനെ ഒരു ഇലക്ഷൻ സമയത്ത് ഈ സഭയുടെ ഭിന്നിപ്പ്, ലവ് ജിഹാദും മാത്രമല്ല വിഷയമാകേണ്ടത്. പകരം ഇത്തരത്തിലുള്ള വിഷയങ്ങളും നമ്മൾ ഇതിനകത്ത് വിഷയമാക്കേണ്ടതുണ്ട്. കൃത്യമായിട്ട് ഈ ലവ് ജിഹാദ് വിഷയം വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്, ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെയുള്ള സഭാമക്കൾ പലതും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. യാഥാർത്ഥ്യമായിട്ടുള്ള ഡേറ്റ സഹിതം നമ്മുടെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് പോലും ഈ പലപ്പോഴും രാഷ്ട്രീയ നേതാക്കൾ അതിനെ പിന്തിരിഞ്ഞുകൊണ്ട് അത് ഇല്ല എന്ന് തന്നെ വരുത്തി തീർക്കാനുണ്ട്. നേരത്തെ ഉണ്ട് എന്ന് പറഞ്ഞവര് പോലും ഇന്ന് ഇല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുന്നത് ശരിക്കും പറയാൻ വേദനാജനകമാണ്. പിന്നീട് നമുക്ക് പറയാനുള്ളത്, ഞാൻ പറഞ്ഞു ഇവിടെ സംവരണ വിഷയം പറഞ്ഞു, അതോടൊപ്പം തന്നെ നമ്മുടെ JB കോശി കമ്മീഷൻ പറഞ്ഞു, അത് EWSന്റെ വിഷയങ്ങൾ പറഞ്ഞു, ആംഗ്ലോ ഇന്ത്യൻ വിഷയം പറഞ്ഞു. ഇതുപോലെ തന്നെ പല വിഷയങ്ങളും ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ പറയുവാണെങ്കിൽ ക്രൈസ്തവരെ ബാധിക്കുന്നതായിട്ട് ഇതില് ഇപ്പൊ ഈശോ എന്ന് പറയുന്ന സിനിമ ഇറങ്ങി. ആ സിനിമയുടെ പേരിൽ ഈശോ എന്ന പേര് അവിടെ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും അതില് പ്രതികരണമായിട്ട് നമ്മൾ രംഗത്തിറങ്ങിയതാണ്. അപ്പൊ ആ സമയത്ത് അവർ പറഞ്ഞ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ സംഘടനകൾ പോലും അതിന് മുന്നോട്ട് വന്നു. എന്നാൽ ഇന്ന് കേരള സ്റ്റോറി വന്നപ്പോൾ കേരള എന്ന പേരാണ് അവർ ഉയർത്തിക്കാട്ടുന്നത്. കേരള എന്നതിനകത്ത് പേരിടാൻ പാടില്ലായിരുന്നു എന്ന് ഉയർത്തിക്കാട്ടുകൊണ്ട് ഇതേ തന്നെ രാഷ്ട്രീയ സംഘടനകളും കക്ഷികളും അതിനെതിരെ പ്രചരണ പരിപാടികളും പ്രതിഷേധ പരിപാടികളും ഒക്കെ നടത്തുകയാണ്. ഇതൊക്കെ എന്ന് പറയുന്ന വിരോധാഭാസമായിട്ട് നമ്മുടെ മുന്നിൽ കാണുന്ന സമയത്ത് പോലും നമ്മുടെ സംഘടനാ നേതാക്കൾക്ക് ഇത് ചോദ്യം ചെയ്യാൻ പോലും സാധിക്കാത്ത ഒരവസ്ഥ വരുന്നു. ഇതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കറിയാം മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ അറിയാം, കുട്ടനാട് മേഖലയിലെ പ്രശ്നം അറിയാം. കഴിഞ്ഞ ദിവസം ഈ ഇലക്ഷൻ തൊട്ട് മുമ്പായിട്ട് മലയോര മേഖലകളിൽ പല ആളുകളും കൊല്ലപ്പെട്ട സമയത്ത് അവിടെ നമ്മൾ വലിയ പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ രൂപീകരിക്കുകയുണ്ടായി. പക്ഷെ ഈ ഇലക്ഷൻ സമയത്ത് എന്തുകൊണ്ട് ഈ സ്ഥാനാർത്ഥികളെ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്കിത് ചോദിക്കാൻ സാധിക്കുന്നില്ല എന്നത് മറ്റൊരു വസ്തുത തന്നെയാണ് എന്ന് ഞാൻ കരുതി. കാര്യം അന്നത്തെ ചൂട് ഇന്നുണ്ടോ എന്നുള്ളത് ഒരു സംശയം തന്നെയാണ്. കൃത്യമായിട്ട് നമ്മുടെ ഒരു രാഷ്ട്രീയ അടിമത്തത്തെ അല്പം ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ കൃത്യമായിട്ടും നമ്മുടെ സമുദായത്തെ ബാധിക്കുന്ന കാര്യങ്ങളിലേക്ക് സമുദായ സംഘടനകൾ ഇറങ്ങിത്തിരിക്കുകയും രാഷ്ട്രീയ പാർട്ടികളോട് കൃത്യമായ അതിന്റെ കാര്യങ്ങൾ ചോദിച്ച് അവരിൽ നിന്ന് കൃത്യമായ ഒരു മറുപടി നമ്മുടെ സമുദായത്തിൽ നേടിത്തരേണ്ടത് അനിവാര്യമാണ്. ഇതോടൊപ്പം തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് ചേർക്കുകയാണ്. അതായത് ഇപ്പം വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി. ഒരു കാര്യം കൂടി നാം ഒന്ന് ചൂണ്ടിക്കാണിക്കേണ്ട ഒരു വിഷയം കൂടിയുണ്ട്. പ്രത്യേകിച്ച് ക്രൈസ്തവർ നേരിടുന്ന ഒരു വിഷയങ്ങളാണ്. പ്രത്യേകിച്ച് തീരദേശ മേഖലയിലെ പ്രശ്നം കൂടി നാം ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യേണ്ടതാണ്. തീർച്ചയായിട്ടും തീരദേശ മേഖലയിലെ പ്രശ്നങ്ങൾ ഇതിനകത്ത് കൃത്യമായിട്ടും വരേണ്ടതാണ്. അതായത് പ്രാദേശികമായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ, അതായത് ക്രിസ്ത്യ സമൂഹം കൂടുതലായിട്ട് അധിവസിക്കുന്ന കുട്ടനാട് മേഖലയിലും കുടിയേറ്റ മേഖലയിലും തീരദേശ മേഖലയിലും പ്രശ്നങ്ങൾ കൃത്യമായി നമ്മൾ അഡ്രസ് ചെയ്യണം. നമ്മുടെ സംഘടനകൾ തന്നെ രാഷ്ട്രീയക്കാരോട് കൃത്യമായ ചോയ്സ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം വെൽഫെയർ പാർട്ടിയും അതോടൊപ്പം തന്നെ
നമ്മുടെ SDP ഒക്കെ UDF പിന്തുണ കൊടുക്കുന്നു, അതോടൊപ്പം തന്നെ PDP ഒക്കെ LDF പിന്തുണ കൊടുക്കുന്നു. അതൊക്കെ ഒരു തീവ്രപരമായ ഒരു ആശയങ്ങളുള്ള പാർട്ടികളൊക്കെയാണ് നമുക്കറിയാം. പക്ഷെ ഇങ്ങനെ പിന്തുണ കൊടുക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ഒരു എന്താ പറയുന്നത് ജനശ്രദ്ധയിലേക്ക് ഒരു ചർച്ചകളിലേക്ക് തന്നെ പോകുന്നില്ല. അതേസമയം കൃത്യമായ രാഷ്ട്രീയ ആൾക്കാര് അതിനൊരു സമയമൊക്കെ പാലിച്ചുകൊണ്ടുള്ള പ്രതികരണം നടത്തി അങ്ങനെ ഒരു മൃദു സമീപനമാണ് നടത്തുന്നത്. അതേസമയം നമ്മുടെ ഒരു വിഷയങ്ങളൊക്കെ വരുമ്പോൾ പലപ്പോഴും പൊട്ടിത്തെറികളാണ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുണ്ടാകുന്നത്. നമ്മുടെ മെത്രാന്മാർക്കെതിരെ സംസാരിക്കുന്നു, അച്ഛന്മാർക്കെതിരെ സംസാരിക്കുന്നു, അങ്ങനെയുള്ളത്. നമ്മുടെ ഒരു വൈദികനെ ഇടിച്ചിട്ട സംഭവത്തിൽ തെറ്റാന്ന് പോലും ആ ഒരു രാഷ്ട്രീയക്കാർ പറയാതെ അതിനെ വർഗീയത ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും അതിനെ മൂടി വെക്കാനുള്ള ശ്രമങ്ങൾ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ മാറി ഇമ്മാനുവേൽ എന്ന് പറഞ്ഞ ഒരു ബിഷപ്പിനെ കുത്തേറ്റ് വീണ കാര്യം. അതിനകത്ത് പോലും പ്രതികരണങ്ങളില്ല ഇവിടെ. അതേസമയം ഗാസ വരും, ലക്ഷദ്വീപ് വരും, ഇതിനെല്ലാം പ്രതികരണങ്ങളുണ്ട്, അങ്ങനെ എല്ലാം പ്രതികരണങ്ങൾ നടക്കുകയാണ്. പക്ഷെ ഒരു ക്രൈസ്തവനെ ബാധിക്കുന്ന വിഷയങ്ങളിലൊന്നും തന്നെ ഒരു പ്രതികരണങ്ങളോ കാര്യങ്ങളോ തന്നെ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതിനകത്തൊക്കെ നമ്മൾ ശ്രദ്ധ വരുത്തേണ്ടതും അനിവാര്യമാണ്. മാത്രമല്ല മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ വർഗീയത ഉണ്ടാക്കരുത് എന്ന് പറയുന്ന ഈ വിഭാഗങ്ങളോട് തന്നെ തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. അതായത് ഈ കേരളത്തെ 10 വർഷം കൊണ്ട് ഇസ്ലാമിക രാഷ്ട്രമാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് പൊതുവേദിയിലൊക്കെ പ്രസംഗിച്ചൊരു വ്യക്തിയൊക്കെ പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികളുടെ വേദിയിലൊക്കെ കാണുന്നതായിട്ടുള്ള ഫോട്ടോകളൊക്കെ നമ്മൾ കഴിഞ്ഞ കാലത്ത് കണ്ടതാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം പലപ്പോഴും ഈ ക്രിസ്തു ദൈവമല്ലെന്നും ക്രിസ്തീയ ദൈവവിശ്വാസത്തേക്ക് കീഴ്ത്തി കാണിച്ചുകൊണ്ട് പ്രചരണം നടത്തുകയും അദ്ദേഹത്തിന്റെ സ്കൂളുകളിൽ പോലും അത്തരത്തിലുള്ള പ്രചരണ വിഷയങ്ങളിലേക്കുള്ള പാഠപുസ്തകങ്ങൾ ഇറക്കുകയും ചെയ്ത വ്യക്തിയൊക്കെ ഇന്ന് മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവിനോടൊപ്പം സെൽഫി എടുക്കുന്ന ഒരു ചിത്രമൊക്കെ നമ്മൾ കാണുകയുണ്ടായി. പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും തന്നെ വർഗീയതയില്ല, ചർച്ചകളില്ല, അങ്ങനെ ഒരു വിഷയങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതേസമയം ഒന്നും പറയാത്ത ക്രൈസ്തവര മേലിലേക്കാണ് ഇപ്പം പലപ്പോഴും വർഗീയ ചാർത്തലുകൾ നടത്തുന്നത്. മാത്രമല്ല നമുക്കറിയാം ഈ പ്രമുഖമായ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഹസൻ ഗഫൂർസാറിനെ പോലുള്ള ആളുകൾ പലപ്പോഴും അവരുടെ സമുദായത്തിന് വേണ്ടി കൃത്യമായിട്ട് നിൽക്കുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന്റെ ഒക്കെ വേദിയിൽ കൃത്യമായ പരസ്യ നിലപാടുകൂടെ 30% ഒക്കെ നമ്മളാകണം, എങ്കിലേ നമുക്ക് ഇവിടെയൊക്കെ പിടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ, അതിന് പോപ്പുലർ ഫ്രണ്ടിന് ഒത്തിരി നേതാക്കൾ വേണമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു വേദി പറയുന്നു, ഈ മാധ്യമങ്ങളൊക്കെ ഞങ്ങളുടെ കൂടെയാണ്, വേണുവും മിനുവും അതുപോലെ തുടങ്ങിയ ആളുകളെയൊക്കെ ഞങ്ങളുടെ കോളേജുകളിൽ ഞങ്ങൾ സൽക്കരിക്കാറുണ്ട്, അവരൊക്കെ നമുക്കോട് അനുകൂലമായ നിലപാടുകളാണ് എടുക്കുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടും നമ്മൾ ശക്തരാകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പൊതുവായിട്ട് പറയുകയും അതേസമയം അദ്ദേഹം ചാനൽ ചർച്ചകളിൽ വന്നിരുന്നുകൊണ്ട് ഒരു മിതവാദിയാണെന്നും മതേതരത്വവാദിയാണെന്നും പറയുന്ന അങ്ങനെ ഒരു വീക്ഷണം അവിടെ നടക്കുന്നത്. അപ്പൊ അതിനെ പോലും ചോദ്യം ചെയ്യാനായിട്ട് മാധ്യമ പ്രവർത്തകരോ രാഷ്ട്രീയ പാർട്ടികളോ ആരും തന്നെ മുതിരുന്നില്ല, അതിനോട് അനുകൂലമായി നിൽക്കുന്നു. അതേസമയം അതെ ഈ പറഞ്ഞ പോലെ കേരള സ്റ്റോറി വിഷയമായിട്ട് ബന്ധപ്പെട്ട് ക്രൈസ്തവരുടെ ഔദ്യോഗിക നിലപാട്, ഞാൻ ചിലരെ ക്രൈസ്തവ നാമധാരികളായിട്ട് പലരും വിളിക്കുന്നുണ്ട്, ആ കൂട്ടരെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ സ്റ്റാൻഡ് കൃത്യമായിട്ട് തന്നെ പറയാൻ ഈ ചാനൽ ചർച്ചകളിൽ വന്നിരിക്കുന്നവരുടെ നേരെ പല മാധ്യമ ജഡ്ജിമാരും ഈ കുതിര കയറുന്നു, അവരെ ചോദ്യം ചെയ്യുന്നു, അവർക്ക് വേണ്ടത്ര സമയം കൊടുക്കുന്നില്ല, കൃത്യമായിട്ടുള്ള അത്തരം കാര്യങ്ങൾ നാം കാണുന്നതാണ്. പക്ഷേ ഇക്കൂട്ടർക്കെതിരെ ഇക്കൂട്ടരുടെ നേരെ ഇവർ സ്വീകരിക്കുന്ന നിലപാടും പൊതുസമൂഹം കാണുന്നതാണ്. ഓക്കെ, അതിനകത്തൊരു പ്രധാന കാര്യമുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, അതായത് ഒന്ന് നമ്മുടെ സ്കോട്ട് സ്ലീവ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു വൈദികൻ ഒരു ചാനൽ ചർച്ചയിൽ പോയപ്പം അദ്ദേഹത്തിന് സംസാരിക്കാൻ ഒരു സമയം പോലും കൊടുക്കാതെ, അതാ ചാനൽ മീഡിയ വണ്ണാണ്, ചാനൽ തുറന്നു പറയുകയാണ്, ഇപ്പൊ സംസാരിക്കാൻ പോലും അവസരം കൊടുക്കാതെ അതിനെ വഴിതിരിച്ചു വിടുന്നതായിട്ടൊരു കാഴ്ച കണ്ടു. ഈ മീഡിയ വൺ ചാനലിൽ തന്നെ കഴിഞ്ഞ ദിവസം മറ്റൊരു വൈദികന്റെ ഒരു ബൈറ്റ് എടുക്കുകയും ആ ബൈറ്റിന്റെ അകത്ത് അദ്ദേഹം പറഞ്ഞത് ഈ കേരള സ്റ്റോറിയൊക്കെ കാണിക്കണം, അതിനൊന്നും തടസ്സപ്പെടുത്തുന്നതിനേക്കാൾ ഉപരി തന്നെ നമ്മുടെ റാണിമരി സിസ്റ്റർ സിനിമയെ കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. പക്ഷെ അതിന്റെ തലക്കെട്ടൊക്കെ കൊടുത്തത് കേരള സ്റ്റോറിയൊക്കെ വർഗീയതയാണ് അല്ലെങ്കിൽ അതിന് വിഭജനമാണെന്ന് പറയുന്നത്. അതായത് അദ്ദേഹം പറയുന്നതിനല്ല അവര് തലക്കെട്ടായിട്ട് കൊടുക്കുന്നത് പോലും. ഇപ്പം ആ രീതിയിലേക്ക് വളച്ചൊടിച്ചുള്ള തലക്കെട്ട് കൊടുത്തുകൊണ്ട് ഒരു ക്രൈസ്തവ സമൂഹത്തിനിടയിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കാം. മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവിടെ ക്രൈസ്തവ സമൂഹം ഏകകണ്ഠേന ഒരു കാര്യത്തിലേക്ക് മുന്നോട്ടിറങ്ങുമ്പോൾ പ്രധാനമായിട്ടും ഈ മാധ്യമങ്ങൾ തേടി കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട കൂർലോസ് തിരുമേനി, അതോടൊപ്പം തന്നെ നിതിൻ പനവേലിയച്ചൻ, അതോടൊപ്പം തന്നെ തേലക്കാട്ടച്ചൻ. പെട്ടെന്ന് തന്നെ ഇവരുടെ അടുക്കിലേക്ക് പോവുകയും അവരിൽ നിന്ന് ഒരു ബൈറ്റ് സ്വീകരിക്കുകയും അത് നേരെ ക്രൈസ്തവ സമൂഹത്തിന്റെ ഇടയിലേക്ക് ഒരു ഭിന്നിപ്പിന്റെ സ്വരം അല്ലെങ്കിൽ ഒരു വിഭജനത്തിന്റെ സ്വരം കൊണ്ടുവരികയും അതിനുവേണ്ടി ചർച്ചകൾ നടത്തുകയും ചെയ്തുകൊണ്ട് നമ്മള് ഒരു എന്താ പറയുക ഒരു കുത്തിത്തിരിപ്പിന്റെ ശബ്ദമാക്കി മാറ്റാനായിട്ടുള്ള ശ്രമം മാധ്യമ ശൃംഖലയിൽ നടക്കുന്നുണ്ട്. ഇതൊന്നും നമ്മൾ കാണാതെ പോകരുത്, മനസ്സിലാക്കി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഉള്ളൂ സമുദായം ശക്തിപ്പെടുത്തുള്ളൂ, ഐക്യപ്പെടുത്തുള്ളൂ. അത് രൂപീകരണത്തിന് പ്രധാന ശബ്ദമാകേണ്ടത് ഈ സഭ സമുദായ സംഘടനകളാണ്. ആ സംഘടനകളുടെ നേതൃത്വം വഹിക്കുന്നവര് ശക്തമായി തന്നെ ഈ കാര്യങ്ങൾ ക്രൈസ്തവന്റെ ശബ്ദം രാഷ്ട്രീയക്കാരിലേക്കും സമൂഹത്തിലേക്കും വിട്ടുകൊടുക്കുകയും അതിന്റെ മറുപടി തിരിച്ചു മേടിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമ്മൾ തീർച്ചയായിട്ടും കാണിക്കുകയും ചെയ്യണം.
ഓക്കെ, വ്യക്തമാണ്. ഫാദർ റോയ് കണ്ണഞ്ചിറ, CMI, പ്രത്യേകിച്ച് അമൽ വീണ്ടും ചില ആശങ്കകൾ പങ്കുവയ്ക്കുന്നുണ്ട്. നമ്മൾ പല തരത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന അവഹേളനങ്ങൾ, തിരിച്ചടികൾ ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം, ഈ രണ്ടാം ഘട്ടത്തിലെ ഒരു ചോദ്യം ഇതാണ്. പ്രത്യേകിച്ച് ഈ ക്രൈസ്തവരുടെ വോട്ടിന് ഒപ്പം തന്നെ ഈ ക്രൈസ്തവരുടെ ശബ്ദത്തിന് പൊതുസമൂഹത്തിൽ, രാഷ്ട്രീയ മേഖലയിൽ വിലയുണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ വിലയുള്ളതായി തീരണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഫാദർ റോയ് കണ്ണഞ്ചിറ, CMI. നമ്മളൊരു സൈക്കിളിൽ ബെല്ലടിച്ചുകൊണ്ട് ഒരു 100 സൈക്കിൾ ഒരുമിച്ച് ചെല്ലുന്നതിനേക്കാളും ഒരു ട്രെയിനിൽ ഹോൺ അടിച്ചുകൊണ്ട് ട്രെയിൻ ചെല്ലുമ്പോഴാണ് മനുഷ്യര് കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്നത് നമ്മുടെ ഒരു സാമൂഹിക മനഃശാസ്ത്രത്തിന്റെ ഭാഗമാണ്. ഇവിടെ നമുക്ക് നമ്മുടെ ക്രൈസ്തവ സംഘടനകളുടെ ഒരു രീതി കണ്ടാൽ എല്ലാം ഈ സൈക്കിൾ പാർട്ടികളാണ്. ശക്തിയില്ല. ഒരിടവകയിലെ സംഘടന, ഫൊറോനയിലെ സംഘടന, രൂപതയിലെ സംഘടന, ഓരോ റീത്തിന്റെ സംഘടനകൾ, അതിന്റെ ഉപസംഘടനകൾ. എനിക്ക് ഈ ചോദ്യത്തിനുള്ള ഒറ്റ മറുപടി, ക്രൈസ്തവ സമുദായ ബോധം ഉണരണമെങ്കിൽ ചാക്കോ സാറ് പറഞ്ഞതുപോലെ നമ്മുടെ സംഘടനാ സംവിധാനങ്ങൾ, സമുദായ സംഘടനാ സംവിധാനങ്ങൾ ഒരു ഐക്യത്തിലേക്ക് വരികയും എല്ലാ സംഘടനകൾക്കും ഒരു ഏകീകൃത സിലബസ് ഉണ്ടാവുകയും ചെയ്യുക. ഓരോ റീത്തും അവരുടെ സംഘടനകളുടെ ഐഡന്റിറ്റി നിലനിർത്തട്ടെ, അതിന് സംശയമില്ല, അത് ആവശ്യമാണ്. ആ പ്രവർത്തിക്കാനുള്ള ഒരു ഊർജത്തിന്റെ ഭാഗമാണ്. പക്ഷേ എന്തിനാണ് ഈ സംഘടനകൾ തമ്മിലുള്ള അത് ചർച്ച ചെയ്ത് തീർക്കാൻ വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങൾക്കിടയിൽ ഒരു പ്രവർത്തന വർഷം പൂർത്തിയാവുകയും ചെയ്യുന്ന ഗതികേടാണ് പല സംഘടനകൾക്ക്. അതുകൊണ്ട് സംഘടനകൾ ഉണ്ടാകാൻ വേണ്ടിയല്ല സംഘടനകൾ എന്ന ആ ഒരു ബോധ്യം നമ്മുടെ സമുദായ സംഘടനകൾക്ക് ഉണ്ടാകണം. ഇപ്പോൾ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം AKCC എന്ന കത്തോലിക്ക കോൺഗ്രസ് അതൊരു ലീഡർ സംഘടനയാണ്. ആ സംഘടനയുടെ ഉള്ളിൽ തന്നെ പ്രവർത്തിക്കുന്നവരാണ് മറ്റ് സംഘടനകളുടെ ഒക്കെ ഭാരവാഹികൾ. നിരവധി സംഘടനകളാണ്, എണ്ണിയാൽ തീരാത്ത സംഘടനകളുണ്ട്. ആ ഓരോ സംഘടനകൾക്കും വ്യത്യസ്തമായ സിലബസ് ആണ്, പ്രവർത്തന പദ്ധതികളാണ് എല്ലാ വർഷവും അവതരിപ്പിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, കത്തോലിക്ക സഭയുടെ ആണെങ്കിൽ പോലും 3 റീത്തിലെയും ഒരേ സ്വഭാവമുള്ള, സമാന സ്വഭാവമുള്ള സംഘടനകളുടെ ഏകീകരണം ഉണ്ടാവുകയും അത്തരത്തിലുള്ള സംഘടനകൾക്ക് ഒരു ഏകീകൃത സിലബസ് ഉണ്ടാവുകയും ചെയ്യുക. ആ സിലബസിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം എന്ന് പറയുന്നത് സമുദായ ഭദ്രതയും സമുദായത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കുവാനുള്ള സംഘടിതമായ പ്രയത്നവുമാകണം. അതല്ലാതെ നമ്മൾ വളരെ ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി വളരെ വലിയ അധ്വാനങ്ങൾ നടത്തുകയാണ് പല സംഘടനകളും. എന്നാൽ വലിയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിന്നുകൊണ്ട് വലിയ അധ്വാനം നടത്തുവാനുള്ള ഒരു ഉള്ളുണർവ് നമ്മുടെ സംഘടനാ നേതാക്കൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ സംഘടനകൾ പെരുകുന്നത്. ഏതെങ്കിലും ഒരു സംഘടനയിൽ അർഹിക്കുന്ന ഒരു സ്ഥാനം ലഭിക്കുന്നില്ലെങ്കിൽ മറ്റൊരു സംഘടന തുടങ്ങുക എന്നാണ് ഈ നേതൃത്വത്തിനുള്ള വിളി ലഭിച്ച പലരുടെയും ഒരു സ്വഭാവം എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് ക്രൈസ്തവ സംഘടനകളുടെ ഒരു അവസ്ഥ. അതുകൊണ്ട് തന്നെ നമുക്ക് സംഘടനകൾ എന്തിനാണ് ഇത്രയധികം എന്ന് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലെത്തി. സംഘടനകൾ ഉണ്ടായിക്കോട്ടെ എന്ന് പറയുകയാണെങ്കിൽ ഈ സംഘടനകൾക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു സിലബസ്, ഒരു ഏകീകൃതമായ ഒരു പ്രവർത്തന രൂപരേഖ ആർജിച്ചെടുക്കുകയും അത് സമുദായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ലക്ഷ്യമാക്കി മാറ്റുകയും അതിനുവേണ്ടി ഒരുമിച്ച് പടപൊരുതുകയും ചെയ്യുക എന്ന ആ ഒരു മാനസിക അവസ്ഥയിലേക്ക്, ഐക്യത്തിലേക്ക് നമ്മൾ ഉണരേണ്ടതുണ്ട്. നമ്മളിവിടെ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കറിയാം കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിന്റെ ഉള്ളിലുള്ള അനൈക്യത്തിന്റെ കാരണങ്ങൾ എന്താണ്. വിവിധ മാധ്യമങ്ങൾക്കറിയാം ഇവരെ എങ്ങനെയാണ് ഭിന്നിപ്പിച്ച് നിർത്തേണ്ടത്. ഇവിടെ ഓരോ മാധ്യമങ്ങളും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ മനസ്സ് പങ്കുവയ്ക്കാൻ വേണ്ടി മാത്രം നിലനിൽക്കുന്ന മാധ്യമങ്ങളാണ്. വിവിധ മതങ്ങളുടെ മനസ്സ് പങ്കുവയ്ക്കാൻ വേണ്ടി നിലനിൽക്കുന്ന മാധ്യമങ്ങളാണ്. എന്നാൽ ക്രൈസ്തവമായ ആ ഒരു സമുദായ ബോധത്തെ ഒരുപോലെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ക്രൈസ്തവ സ്വാധീനമുള്ള മാധ്യമത്തെ നമ്മൾ വളർത്തി നിലനിർത്തുന്നുണ്ടോ എന്നുള്ളിടത്താണ് നമുക്ക് ഒരേപോലെയുള്ള ആശയം രൂപീകരിക്കാൻ പറ്റുന്നതിനെ പറ്റി ചർച്ച ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് ക്രൈസ്തവരായിട്ടുള്ള വിശ്വാസികൾക്ക് ഒരേ ക്രൈസ്തവ വിഷയത്തിൽ തന്നെ പല ആശയങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഐക്യമില്ലാതെ വരുന്നത് എന്തുകൊണ്ടാണ്? കാരണം അവരോട് ഈ കണ്ടന്റ് ഷെയർ ചെയ്യുന്നത് വ്യത്യസ്ത താല്പര്യമുള്ള മാധ്യമങ്ങളാണ്.
അപ്പോൾ അത് പല ക്രൈസ്തവ വിശ്വാസികളുടെയും അഭിപ്രായ രൂപീകരണത്തെ വളരെയേറെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നീ പറയുന്നത് ശരിയല്ല, ഞാൻ വായിച്ചതും ഞാൻ കണ്ട ചാനലും മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കാൻ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ശരാശരിക്കാരന്റെ മാധ്യമ ബോധത്തിനും താഴെയാണ് പലപ്പോഴും പല ക്രൈസ്തവ സമുദായ സംഘടനകളുടെയും സമുദായത്തിന് വേണ്ടിയുള്ള അവകാശ സംരക്ഷണ ശബ്ദ കോലാഹലങ്ങൾ എന്ന് തോന്നിപ്പോവുകയാണ്. നമുക്ക് ഒരുമിച്ച് നിൽക്കണം, സമുദായ സംഘടനകൾ ഒരുമിച്ച് നിൽക്കണം, സമുദായത്തിന് വേണ്ടി ശക്തമായിട്ട് വാദിക്കണം എന്ന് പറയുമ്പോൾ ഓരോ റീത്തിന്റെ മാത്രം അവകാശമല്ല, ക്രൈസ്തവ സമുദായത്തിന് വേണ്ടി, ക്രൈസ്തവ സമൂഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി വിവിധ റീത്തുകളുടെയും വിവിധ സഭകളുടെയും സമുദായ സംഘടനകളുടെ ഏകീകൃതമായ ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യപ്പെട്ടാൽ മാത്രമാണ് കേരളത്തിലും ഭാരതത്തിലും ഇനി ക്രൈസ്തവമായ ഒരു സ്വാധീനം ജനാധിപത്യ രീതിയിൽ ചെലുത്താൻ നമുക്ക് ചില മണ്ഡലങ്ങളിലെങ്കിലും കഴിയുകയുള്ളൂ. അതെ, തീർച്ചയായും വ്യക്തമാണ്. ഞാൻ ചർച്ചയുടെ അവസാന ഒരു ഘട്ടത്തിൽ ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ, പലപ്പോഴും ഈ ക്രൈസ്തവ വിഷയങ്ങളിൽ, ക്രൈസ്തവരുടെ ചില വിഷയങ്ങളിൽ ഈ ക്രൈസ്തവ സമുദായത്തെക്കാൾ ജാഗ്രത പലപ്പോഴും പല മാധ്യമങ്ങളും പല രാഷ്ട്രീയക്കാരും കാണിക്കുന്നുണ്ട്. അതിൽ തന്നെ ക്രൈസ്തവരുടെ ഇടയിൽ ആ വിഷയത്തിൽ ഒരു ഭിന്നിപ്പ് വിതച്ച് ആ വിഷയത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചകളുടെ ഒരു ഗൗരവം കുറയ്ക്കുവാൻ, അല്ലെങ്കിൽ ക്രൈസ്തവ സമുദായത്തെ മൊത്തത്തിൽ ഒരു അവഹേളിക്കുവാനുള്ള ചിലരുടെയൊക്കെ ഒരു ജാഗ്രത എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ ഈ മാറുന്ന ഈ ഒരു കാലഘട്ടത്തിൽ, നേരത്തെ റോയിച്ചൻ അതിനെപ്പറ്റി ഒരു സൂചന നൽകി, ഒരു കോമൺ സിലബസ്, ഞാൻ യൂസ് ചെയ്യുന്ന വാക്ക് ഒരു കോമൺ ഒരു പ്ലാറ്റ്ഫോം, ഒരു പർട്ടിക്കുലർ ഒരു വിഷയം വരുന്നു. ആ ഒരു വിഷയത്തിൽ ഇപ്പോൾ സിറോ മലബാർ സഭയുടെ മാത്രമല്ല, സിറോ മലങ്കര സഭയുടെ മാത്രമല്ല, ലത്തീൻ സഭയുടെ മാത്രമല്ല, മറ്റ് ക്രൈസ്തവ സഭകളുടെ എല്ലാവരുടെയും ഒരു കോമൺ പ്ലാറ്റ്ഫോം ഈ ഒരു വിഷയത്തെ എങ്ങനെയാണ് നേരിടേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ കേരള ക്രൈസ്തവ സഭയുടെ നിലപാട് എന്തായിരിക്കണം, അത്തരത്തിലുള്ള ഒരു കോമൺ പ്ലാറ്റ്ഫോം, അതിൻ്റെ ഒരു അപാകത വളരെ വലിയൊരു ദോഷം ക്രൈസ്തവ സമുദായത്തിന് ചെയ്യും. നമുക്ക് ഇന്റർ ചർച്ച് കൗൺസിൽ പോലുള്ള പ്ലാറ്റ്ഫോം ഒക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും മാറുന്ന ഒരു സാഹചര്യത്തിൽ, ഈ സോഷ്യൽ മീഡിയയുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം, ഇതിൽ എന്തായിരിക്കണം കോമൺ സ്റ്റാൻഡ്, ഒരു പൊതു ശബ്ദം ഇതിൽ എന്തായിരിക്കണം, ആ ഒരു കോമൺ പ്ലാറ്റ്ഫോമിന്റെ ഒരു അഭാവം വളരെയധികം വലുതല്ലേ ഈ ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിനിടയിൽ? ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ നമ്മൾ വാസ്തവത്തില് ഈ ആശങ്കകൾ പങ്കുവെക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങളോട് ഞാൻ അതിനോട് ചേർത്ത് വെച്ചിട്ട് ഞാൻ താങ്കൾ പറഞ്ഞതിലേക്ക് വരാം. അതായത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഈ ഒരു അപജയം, ഇപ്പൊ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോ ഏതെങ്കിലും സ്ഥലത്ത് നടക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിച്ചുകൊണ്ട് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള വിഷയങ്ങളാക്കി അതിനെ അഡ്രസ് ചെയ്യുക എന്നുള്ള രീതിയൊക്കെ രാഷ്ട്രീയക്കാർ പയറ്റുന്ന തന്ത്രങ്ങളാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങളെ പ്രാദേശികമായി തന്നെ കണ്ടുകൊണ്ട് ആ വിഷയങ്ങളെ അഡ്രസ് ചെയ്യുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അല്ലാത്തവരെ അത്തരത്തിൽ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്ന രാഷ്ട്രീയ നിലപാടുകൾ ഓരോ പ്രദേശത്തും ഉണ്ടാവണം. ഞാൻ വളരെ പ്രത്യേകമായിട്ടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്ന, ആഗോള മത തീവ്രവാദത്തിനെ തകർക്കാൻ തക്കവണ്ണം, അതിന്റെ ഇന്ത്യയിലെ സ്വാധീനത്തെ തകർക്കാൻ തക്കവണ്ണം ശക്തമായ ഭരണ നേതൃത്വങ്ങൾ നമ്മുടെ രാജ്യത്ത് ഈ കാലഘട്ടത്തിൽ ആവശ്യമുണ്ടെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ആഗോള മത തീവ്രവാദം ശക്തി പ്രാപിച്ചു വരികയാണ്. അത് ഇന്ത്യയിലും കടന്നു കയറിയിട്ടുണ്ട്, അത് കേരളത്തിലും എത്തിച്ചേർന്നിട്ടുണ്ട്. 3 റിട്ടയർഡ് DGPമാരാണ് കേരളത്തിലെ സ്ലീപ്പിംഗ് സെല്ലുകളെ കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകിയത്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങള് ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിക്കുന്ന പ്രദേശങ്ങൾ, അതിനെയൊക്കെ മറയിട്ടുകൊണ്ട് വേറെ ഏതെങ്കിലും ചെറിയ കാര്യങ്ങളിലേക്ക് പോകുന്നതിനപ്പുറത്ത് അത്തരം വിഷയങ്ങളെ ചർച്ചാ വിഷയമാക്കിയും അതിനെതിരെ നിലകൊള്ളാൻ പറ്റുന്ന രാഷ്ട്രീയ സംവിധാനങ്ങൾ ഭരണത്തിൽ വരികയും ചെയ്യണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കും. അതിന് നമുക്ക് ആർക്കും കുറ്റം പറയാൻ പറ്റില്ല, അത് ആവശ്യമാണ് താൻ. അതോടൊപ്പം തന്നെ പ്രാദേശിക തലത്തിൽ നമ്മൾ നേരിടുന്ന പ്രതിസന്ധികൾ, ഉദാഹരണത്തിന് വന്യമൃഗ ശല്യം, കേരളത്തിലെ എത്രയോ ലക്ഷങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നമാണിത്. ഇപ്പൊ ഇവിടെ അവർ സൂചിപ്പിച്ചതുപോലെ ഒരു കാട്ടുപോത്തിന്റെയോ കാട്ടാനയുടെയോ അല്ലെങ്കിൽ കടുവയുടെയോ ആക്രമണം ഉണ്ടാകുമ്പോൾ മണിക്കൂറുകൾ കൊണ്ട് അവസാനിപ്പിക്കാവുന്ന വിഷയത്തെ മറ്റു വിധത്തിൽ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് മനുഷ്യജീവനെ പുല്ലുവില കൽപ്പിക്കുന്ന പരിസ്ഥിതി നിയമങ്ങളും വനവന്യജീവി നിയമങ്ങളോട് നിലനിൽക്കുമ്പോൾ ആ നിയമങ്ങളെ മനുഷ്യ കേന്ദ്രീകൃതമായി തിരുത്തി എഴുതാൻ തയ്യാറാകുന്ന രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വരണമെന്ന് പറയാൻ തീർച്ചയായിട്ടും നമുക്ക് ആർജവം കാണിക്കണം. ഇവിടുത്തെ NDA ആയാലും UDF ആയാലും LDF ആയാലും അതിന്റെ പ്രകടന പത്രികകളെ എടുത്ത് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളാണ്, ജനദ്രോഹപരമായിട്ടുള്ള ഏതെല്ലാം കാര്യങ്ങളാണ് അവിടെ അതിൽ നീക്കം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഏതൊക്കെ പരിപാടികൾ നടപ്പിലാക്കാൻ പറ്റുമെന്ന് പഠിച്ച് സമൂഹത്തെ ബോധ്യപ്പെടുത്തണം.
അങ്ങനെ ഒരു രാഷ്ട്രീയ അവബോധം സമൂഹത്തിൽ സൃഷ്ടിച്ച് അത്തരത്തിലുള്ള ഭരണ സംവിധാനങ്ങൾ ഭരണത്തിൽ വരുവാൻ നമ്മൾ ഭഗീരഥ ശ്രമം നടത്തണം. ഇപ്പൊ കെ സി ബി സിക്ക് അധ്യക്ഷന്മാരാകുന്നുണ്ടല്ലോ, അത് റീത്ത് മാറി മാറി അധ്യക്ഷന്മാർ വരുന്നുണ്ട്. നമുക്കിവിടെ സഭയല്ല വേണ്ടത്, മറിച്ച് സമുദായമാണ്. ഞാൻ എന്താണ് അടിവരയിടുന്നത്. ഇപ്പം ഓൾ ഇന്ത്യ ലെവലില് സി ബി സി ഐയുടെ പ്രസിഡന്റ് പറയുന്നത് വാസ്തവത്തില് അതൊരു മതാചാര്യം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പ്രദേശത്തെയോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രദേശത്തെയോ കാര്യങ്ങളാവാം. അതിനെ നമുക്ക് നമുക്ക് ഓൾ ഇന്ത്യ ലെവലിൽ കാണാൻ ചില കാര്യങ്ങളിൽ കഴിഞ്ഞെന്ന് വരില്ല. മറിച്ച് അത് പറയേണ്ടത് ഓൾ ഇന്ത്യ ലെവലിലുള്ള ക്രൈസ്തവ മുന്നേറ്റത്തിന്റെ നേതൃത്വങ്ങളായിരിക്കണം അത് പറയാനായിട്ടുണ്ടാവേണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഓരോ പ്രദേശത്തെയും വിഷയങ്ങളെ ആ തരത്തിൽ അഡ്രസ് ചെയ്യണം. അതേസമയത്ത് ഓൾ ഇന്ത്യ ലെവലിൽ വരുന്ന വിഷയങ്ങളെ പൊതുവായി കണ്ടുകൊണ്ട് ഒരു പൊതു മിനിമം പരിപാടി അടിസ്ഥാനത്തിൽ ഒന്നിക്കണം. അങ്ങനെ ഒന്നിച്ചു നിന്നുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തണം. ഇലക്ഷന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് ക്രൈസ്തവ സമൂഹത്തിലുള്ളത്. ജനാധിപത്യം എന്ന വാക്ക് പോലും കൊണ്ടുവന്നിരിക്കുന്നത് തൃത്വത്തിൽ നിന്നാണെന്ന് പറയും. അപ്പൊ അത്തരത്തിൽ ക്രൈസ്തവ സംഭാവനയുള്ള ഒരു സംഭവമാണ് ജനാധിപത്യം അല്ലെങ്കിൽ ഡെമോക്രസി എന്നൊക്കെ പറയുന്നത്. അതിനെ വേണ്ട വിധത്തിൽ നല്ല രീതിയിൽ കൊണ്ടുപോകുവാനുള്ള ഇച്ഛാശക്തി സമൂഹത്തിന് പകർന്നു നൽകുവാൻ കടപ്പെട്ടവരാണ് ക്രൈസ്തവർ. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിൽ ക്രൈസ്തവർക്ക് വലിയ പ്രാധാന്യമുണ്ട്. എന്നാൽ ചില മാധ്യമ രാഷ്ട്രീയ അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആ മാധ്യമ രാഷ്ട്രീയ അവിശുദ്ധ കൂട്ടുകെട്ടുകളെ തുറന്നു കാണിക്കുവാൻ നമുക്ക് സാധിക്കണം. അവരാണ് പലപ്പോഴും ചെറിയ കാര്യങ്ങളെ പ്രസിപ്പിറ്റേറ്റ് ചെയ്തുകൊണ്ട് വലിയ കാര്യങ്ങളെ തമസ്കരിച്ച് കാണിച്ചുകൊണ്ട് മാധ്യമ ശ്രദ്ധ മാറ്റി പിടിച്ച് ഈ അടുത്ത നാൾ ഞാൻ കണ്ടു, അത് സൈബർ ബുള്ളിങ്ങിന് പകരം ഒരാൾ ഉപയോഗിച്ച വാക്കാണ് തെറിപ്പാട്ടുകൾ. അത്തരത്തിലുള്ള ചില പ്രസ്ഥാനങ്ങളിലൂടെ നടന്ന ആളുകളെ എന്താ പറയുക, മോശമായി ചിത്രീകരിക്കാനോ അവരുടെ ആശയങ്ങളെ തമസ്കരിക്കാനോ അല്ലെങ്കിൽ കൊല ചെയ്യാനോ ശ്രമിക്കുന്ന പ്രവർത്തനമുണ്ട്. അതിനെയൊക്കെ നമ്മൾ സമൂഹത്തിന് മധ്യത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. അതിനൊക്കെ ഇച്ഛാശക്തിയുള്ള സമൂഹമാണ് ക്രൈസ്തവ സമൂഹം. ഒന്നിച്ച് നിൽക്കണം. താങ്കൾ പറഞ്ഞതുപോലെ ഒന്നിച്ച് നിന്നാൽ ഈ കാര്യങ്ങൾ നമുക്ക് സാധിക്കും. അതിന് ഡിനോമിനേഷൻസിന്റെ ആവശ്യമില്ല. അതിന് മറ്റേതെങ്കിലും വിധത്തിലുള്ള മാനദണ്ഡങ്ങൾ, ഒരു പൊതു മിനിമം പരിപാടിയിൽ യോജിക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് വിവിധ റീത്തുകൾ നിൽക്കാനായിട്ട്. ആ രീതിയിൽ കൊണ്ടാവണം എന്നുള്ളതാണ്. അപ്പൊ പലപ്പോഴും എന്താ സംഭവിക്കുന്നത്, ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇലക്ഷൻ ചൂടിൽ വരുമ്പോൾ ആ പ്രശ്നം അങ്ങ് ഒരുക്കി കളയും. ഇലക്ഷൻ ചൂടിൽ രാഷ്ട്രീയ പാർട്ടിക്കാര് രാഷ്ട്രീയമായി പോളറൈസേഷൻ ഉണ്ടാക്കി ജനങ്ങളെ ആ തരത്തിൽ ഓറിയന്റ് ചെയ്തിട്ട് നമ്മുടെ യഥാർത്ഥ പ്രശ്നങ്ങളെ ആ ഇലക്ഷൻ ചൂടിൽ ഒരുക്കി കളഞ്ഞുകൊണ്ട് അവരെ രാഷ്ട്രീയ പാർട്ടികളുടെ പിണിയാളന്മാരായി വീണ്ടും മാറ്റി കൊണ്ടുപോകുന്ന സമ്പ്രദായങ്ങൾ. അത് കാലക്കൂട്ടി ചെയ്യേണ്ട കാര്യമാണ്. ഇലക്ഷൻ അടുക്കുമ്പോൾ മാത്രമല്ല, മുൻകൂട്ടി ഇത്തരം കാര്യങ്ങളെ ജനാവബോധത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയ വിധത്തിലുള്ള അവബോധങ്ങൾ നമ്മൾ സൃഷ്ടിക്കുകയും ഇലക്ഷൻ വരുമ്പോൾ ചർച്ചയാകുകയും ആ ചർച്ചയിലൂടെ ഉരുത്തിരിയുന്ന ആശയങ്ങളെ ഇലക്ഷന്റെ ചർച്ചാ വിഷയമാക്കുകയും ചെയ്യാൻ നേതൃത്വം കൊടുക്കണം. ഇവിടെ അമൽ സൂചിപ്പിച്ച കുട്ടനാടിന്റെ പ്രശ്നമായാലും കുടിയേറ്റ പ്രശ്നമായാലും അല്ലെങ്കിൽ തീരദേശത്തെ പ്രശ്നമായാലും ആ പ്രശ്നങ്ങൾ ഇലക്ഷൻ വരുമ്പോൾ എവിടെ പോകുന്നു? അതുവരെ കത്തി നിൽക്കുന്ന പ്രശ്നങ്ങൾ ഇലക്ഷൻ വരുമ്പോൾ അതിൽ ഉരുക്കി പോവുകയാണ്. വന്യമൃഗശല്യമായാലും EWS ആയാലും അല്ലെങ്കിൽ സ്കോളർഷിപ്പ് ആയി കഴിഞ്ഞാലും പരിസ്ഥിതി നിയമങ്ങളായാലും കാർഷിക വിരുദ്ധ പ്രശ്നങ്ങളായാലും അതൊക്കെ ഇലക്ഷൻ ചൂടിൽ ഉരുകി പോവുകയാണ്. നമ്മൾ അതിനെ സജീവമായി നിലനിർത്തിക്കൊണ്ട് അതിനെ അഡ്രസ് ചെയ്യാൻ പറ്റുന്ന മാനിഫെസ്റ്റോ ആരുടേതാണെന്ന് പഠിച്ച് അത് സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചു കൊടുത്ത് ആ തരത്തിലൊരു ജനകീയ അവബോധം ഉണ്ടാക്കി രാഷ്ട്രം ഭരിക്കുന്നത് രാഷ്ട്രം നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ കഴിയുന്ന ശക്തമായ ഭരണ നേതൃത്വമായിരിക്കണമെന്ന ഒരു മുൻവിധിയോടുകൂടി തന്നെ ഭരണത്തിൽ വരാനുള്ള സംവിധാനങ്ങൾക്ക് അല്ലെങ്കിൽ ഇലക്ഷന് നേതൃത്വം കൊടുക്കുവാൻ എനിക്ക് തോന്നുന്നത് നമ്മുടെ സമുദായത്തിന് സാധിക്കണമെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് അത്തരത്തിൽ നീക്കം നമുക്ക് അനിവാര്യമായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, വളരെ വ്യക്തമാണ്. തീർച്ചയായിട്ടും ഈ ഒരു ഇലക്ഷൻ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. വിവേകത്തോടെ, ജാഗ്രതയോടെ നമ്മുടെ പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ മാത്രമല്ല എല്ലാവരും അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ അനൈക്യം വിതയ്ക്കുന്ന ശക്തികളെ, ഗൂഢശക്തികളെ തിരിച്ചറിഞ്ഞ് അവരെ ഒറ്റപ്പെടുത്തുക, അവരുടെ ഗൂഢ ലക്ഷ്യങ്ങളെ തിരിച്ചറിയുക. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ, ഫാദർ റോയി കണഞ്ചിറ, CMA, ഒപ്പം തന്നെ ശ്രീ അമൽ ശ്രീക്, 3 പേർക്കും നന്ദി.